الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين إذا مات ابن آدم ليس يجري عليه من خصال غير أشري ആദരണീയരായ സാദാത്തുക്കൾ, അഭിവന്യരായ ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ ആദ്യ ഭാഗത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതുല്യമായ വ്യക്തിപ്രഭാവം സൂചിപ്പിച്ച് ചുരുങ്ങിയ ആയത്തുകളിലൂടെ വളരെ വലിയ വിഷയങ്ങൾ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു. ശേഷം ഈ ഖുർആൻ അവതരിപ്പിച്ചത് അറബികളിൽ ഒരു പ്രബോധകൻ വന്നിട്ടില്ലാത്ത, നീണ്ടകാലം പ്രബോധകന്മാരുടെ പരിചയമില്ലാത്ത, വളരെയധികം അശ്രദ്ധാലുക്കളായി ജീവിക്കുന്ന ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഉപദേശം ചെയ്ത് ഘട്ടം ഘട്ടമായി തൗഹീദിന്റെ വക്താക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ പ്രബോധനം തുടക്കത്തിൽ അങ്ങനെ നിർവഹിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധന മാർഗത്തിൽ
തുടക്കം തന്നെ എല്ലാവരോടും പ്രബോധനം നടത്താൻ പറഞ്ഞാലും പിശാചിന്റെ കൂട്ടാളികളായി നേരത്തെ തന്നെ അവന്റെ മാർഗം സ്വീകരിച്ച് അവലംബിച്ച് എന്തു വന്നാലും ഇതിൽ നിന്ന് മാറുകയില്ലെന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം അന്നും ഏത് കാലത്തുമുണ്ട്. അത് നേരത്തെ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു അവന് സുജൂദിലായി അനുസരണ പ്രകടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എല്ലാവരും ഏകസ്വരത്തിൽ നീയാണ് റബ്ബ് എന്ന് സാക്ഷ്യം വഹിക്കുകയും അതിൽ ലോകത്തൊരൊറ്റ കുട്ടിയും വിട്ടുനിന്നിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബല, നീയാണ് റബ്ബെന്നത് ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കും. അള്ളാഹു ചോദിച്ചു ആലമുൽ അർവാഹിൽ വെച്ച് അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല. മറുപടിയിൽ ആരും പിറകോട്ട് നിന്നിട്ടില്ല. പക്ഷേ ആ മറുപടിക്ക് ശേഷം അനുസരണത്തിന്റെ പ്രതീകമായ അർപ്പണബോധത്തിന്റെ വലിയ ഉദാഹരണമായ സുജൂദ്, അതിലേക്ക് അല്ലാഹു തആല ക്ഷണിച്ചപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾ സുജൂദിൽ നിന്ന് വിട്ടുനിന്നു. അപ്പൊ ഏത് പ്രബോധനം നടത്തിയാലും ആ വിട്ടുനിന്ന ആളുകൾ ഇബ്ലീസിനെയും അവന്റെ അനുയായികളെയും പിന്തുടർന്ന് അവർ ലോകത്തങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അവരെ പറ്റി അല്ലാഹു പറഞ്ഞു, ലഖദ് ഹഖ്ഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ലഖദ് ഹഖ്ഖൽ ഖൗൽ, ആ വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു, ഉറച്ചിരിക്കുന്നു, സ്ഥിരപ്പെട്ടിരിക്കുന്നു. ലഖദ് ഹഖ്ഖൽ ഖൗൽ, ആ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഏത് വാക്ക്? അന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായി സ്വർഗത്തിലേക്ക് വന്നത് ഈ മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാം ആണെങ്കിൽ ഇവരുടെ സന്തതികളെ മുഴുവനും ഞാൻ വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അവനോട് പറഞ്ഞു, لأملأن جهنم منك ومن تبعك منهم أجمعين. നിന്നെയും നിന്നെ അനുഗമിച്ച് ജീവിക്കുന്നവരെയും ഒന്നാകെ പിടിച്ചിട്ട് ജഹന്നം നമ്മൾ നിറക്കും. നിന്റെ ആളുകളെയാണ് ജഹന്നം നിറക്കാൻ ഞാൻ ഒരുക്കിയിട്ടുള്ളതെന്ന് അല്ലാഹു അവനോട് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് ശരിക്ക് പുലർന്നിരിക്കുന്നു. കാരണം പ്രബോധനത്തിൽ സത്യം ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, ഇത് നേരാണെന്ന് ശരിക്ക് അറിയാഞ്ഞിട്ടല്ല, ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും ഈ ഓതിത്തരുന്ന വചനങ്ങൾ അല്ലാഹുവിന്റെ വചനങ്ങളാണെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ അവരുടെ മനസ്സിൽ അവർ ഉറപ്പിച്ചു വെച്ച ഒരു വിശ്വാസമുണ്ട്, അന്ധവിശ്വാസം. അതിൽ നിന്ന് ഒരു കാലത്തും ആര് വന്നാലും പിന്തിരിയുകയില്ല. അങ്ങനെ പറഞ്ഞ ചില ആളുകളുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ നല്ല ബുദ്ധിയോടെ ചിന്തിച്ച് ഒരിക്കലും ഒരു പ്രതിമക്കും പ്രതിനിധാനം ചെയ്ത് ഒരു പ്രതിമയുടെ മുന്നിലും തലകുനിക്കാതെ നല്ല ബുദ്ധിമാന്മാരായി ജീവിച്ച ഒരുപാട് ആളുകളും ഉണ്ട്. അക്കൂട്ടത്തിൽ പഴയകാലത്ത് ജീവിച്ചവരിൽ അന്വേഷണം കൊണ്ട് അങ്ങനെ നാട് വിട്ടുപോയി നടന്ന ആളുകളും ഉണ്ട്. നിങ്ങൾ നോക്ക്, ഒരുപാട് കാലം ഏതാണ് ശരിയായ വഴിയെന്ന് അന്വേഷിച്ച ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. ആ വറഖത്ത് ബിൻ നൗഫലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറഖത്ത് ബിൻ നൗഫൽ മുഅ്മിനാണ്. ഇന്നഹു ഫീ ബുത്നാനിൽ ജന്ന, സ്വർഗത്തിന്റെ ഉദ്യാനത്തിലാണ് വറഖത്ത് ബിൻ നൗഫൽ. വഹയിന്റെ ആരംഭത്തിൽ ഇഖ്റ ബിസ്മിയുടെ വചനങ്ങൾ വറഖത്ത് ബിൻ നൗഫലിന് ഓതിക്കൊടുത്തിട്ടുണ്ട്. വറഖത്ത് ബിൻ നൗഫലി ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ഇത് സത്യമായും അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അന്ന് കൂട്ടത്തിൽ അന്വേഷിക്കാൻ നടന്നിരുന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹമാണ് ഉസ്മാൻ ബിനുൽ ഹുവൈരിസ്. ഞാൻ ആ പേര് പറഞ്ഞതുകൊണ്ട് മംകൂസ് പോലത് ചൊല്ലുന്ന ആളുകളോട് പറയട്ടെ, ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് എന്നൊരു പേരതിൽ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലരുത്. നമ്മുടെ ഒരു സ്വഭാവമാണ് ഉസ്മാൻ എന്ന് കേൾക്കുമ്പോൾ ശരിയായിരിക്കും സ്വഹാബി എന്ന് കേട്ട് ചൊല്ലും.
അദ്ദേഹം നസ്രാനിയായി അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ച ആളാണ്. അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് സത്യം അതാണെന്നാണ്. അതേ സമയത്ത് വറഖത്ത് ബിൻ നൗഫൽ പഴയകാല ഗ്രന്ഥങ്ങളെ അനുഗമിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവിനെ കുറിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഓരോ പുതുമയുള്ള സംഭവങ്ങളും അനുഭവങ്ങളും പോയി പറയുമ്പോ ഇന്നഹു നബിയ്യു ആഖിരിസ് സമാൻ, അവസാന കാലത്ത് വന്നിരിക്കുന്ന നബി തന്നെയാണ്, ഒരു നിലക്കും ശങ്കിക്കേണ്ടതില്ല എന്ന് പലപ്പോഴും തീർച്ചപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ ആളുകൾ ജീവിച്ചിട്ടുണ്ട്. അറബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമതിൽ ഉമൂറു തറക്തുൽ ലാത വൽ ഉസ്സാ ജമീഅ كذلك يفعل الرجل البصير. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ചിന്തിച്ചു, ഈ ജനങ്ങളൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധന ശരിയല്ല. കാരണം അവർക്ക് ഓരോ ദിവസവും ഓരോ പടച്ചോന്മാർ ഏറി വരികയാണ്. അതുകൊണ്ട് നല്ല ബുദ്ധിയോടെ ഞാൻ ചിന്തിക്കട്ടെ. തറക്തുല്ലാത്ത വൽ ഉസ്സാ ജമീഅ, ഞാൻ ലാത്തയെ കയ്യൊഴിഞ്ഞു, ഉസ്സയെയും ഞാൻ വെടിഞ്ഞു. കദാലിക യഫഅലുർ റജുലുൽ ബസീറു, നല്ല ഉൾക്കാഴ്ചയും ബുദ്ധിയുമുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിച്ചിരുന്ന ഒറ്റപ്പെട്ട ആളുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരാകുന്നതിന്റെ മുമ്പ് തന്നെയുണ്ട്. പക്ഷേ തങ്ങൾ പ്രബോധന പാതയത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹു പറയുന്നത് ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അത് ഇന്നല്ല, ലോകത്ത് എപ്പോഴും അങ്ങനെയാണ്. സത്യം മനസ്സിലാകാനിട്ടല്ല, അവർക്കൊരുപാട് ചാൻസുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പലപ്പോഴും അവരെ നാവ് കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്, സത്യം ഇതാണെങ്കിലും ഇപ്പതിലേക്ക് പോയിക്കൂടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫഹും ലാ യുഅ്മിനൂൻ, അവര് വിശ്വാസികളാകാതെ നടക്കുന്നു. കാരണം ആ വാക്ക് അവരെ മേൽ സ്ഥിരപ്പെട്ടു പോയി. ഇബിലീസിനെയും ആ ഇബിലീസിനോട് പിന്തുടരുന്ന ആളുകളെയും ജഹന്നമിൽ നടക്കുമെന്ന് അള്ളാഹു പറഞ്ഞത് ഇവരിൽ സ്ഥിരപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ വിശ്വാസ രംഗത്തേക്ക് വരികയില്ല. എന്നാലും നബിയേ, പ്രബോധനത്തിൽ നിന്ന് തങ്ങൾ പിറകോട്ട് പോകാൻ പാടില്ല. ഇന്നത്തെ ഈ വിഷയം സംസാരിക്കുമ്പോ പ്രബോധന ഗോതയിലേക്ക് ഇറങ്ങുന്ന സർവ്വ ആളുകളും, നമ്മുടെ കൂട്ടത്തിൽ പ്രബോധനത്തിന് പങ്കില്ലാത്ത ഒറ്റ മനുഷ്യരും ഇല്ല. ഉമ്മമാർക്കും അതിൽ പങ്കുണ്ട്, ചെറുപ്പക്കാരികൾക്കും അതിൽ പങ്കുണ്ട്. അതേ പ്രായപൂർത്തിയും ബുദ്ധിയും പക്വതയും എത്തിയ എല്ലാ ആളുകൾക്കും പ്രബോധന രംഗങ്ങളിൽ അതിൻ്റെതായ വകുപ്പുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. കാരണവന്മാർക്കതിൽ വലിയ റോളുണ്ട്. ഉസ്താദുമാർക്കും വലിയ വലിയ ആളുകൾക്കും അതിൽ വലിയ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, ചുമതലയുണ്ട്. അള്ളാഹു പറയുന്നു, ഈ വിശ്വസിക്കാത്ത ആളുകൾ അവര് വിശ്വാസ രംഗത്തേക്ക് കടന്നു വരാതിരിക്കാനുള്ള കാരണം ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലാ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. രണ്ട് കാരണങ്ങളാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നത്. ഒന്ന് ബാഹ്യതലത്തിലുള്ളതാണ്, മറ്റൊന്ന് ആന്തരിക തലത്തിലുള്ളതാണ്. ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലാ, അവരവരുടെ പെരടികളിൽ നമ്മൾ കുടുക്കു ചങ്ങലകൾ സൃഷ്ടിച്ചിരിക്കുന്നു. അവരുടെ പിരടികളിൽ നമ്മൾ കുടുക്കു ചങ്ങലകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഫഹിയ ഇലൽ അദ്ഖാൻ, കുടുക്ക് ചങ്ങല എന്ന് പറഞ്ഞാൽ കൈ പെരടിയിലേക്ക് വെച്ച് ഈ മുട്ടും കൈയും താടിയെല്ലും കൂട്ടിയിട്ട് കെട്ടുന്ന ചങ്ങലയാണ്. അത് സാധാ നമ്മൾ കാണുന്ന ചങ്ങലയല്ല, അല്ലാതെ കുടുക്ക് ചങ്ങലയാണ്. ആ ചങ്ങലയിൽ രണ്ട് കൈയും പെരടിയിലേക്ക് വെച്ച് മുട്ടും കൈ ഉൾപ്പെടെ താടയും കൂട്ടിക്കെട്ടിയാൽ പിന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും ബേക്കോട്ടും ഒന്നും ചലിക്കൂല. അത് ഒരേ നൃത്തം മേലോട്ട് ഇങ്ങനെ നിൽക്കും. അതാണിവിടെ പറയുന്നത് ഫഹിയ ഇലൽ അദ്ഖാനി. അള്ളാഹു ഉദാഹരണമാക്കി തരുകയാണ്. സത്യത്തിനോടുള്ള ഇവരുടെ വിട്ടുനിൽപ്പ്, സത്യത്തിനോടുള്ള പിന്തിരിപ്പ്,
സത്യം എത്ര കണ്ടാലും ബോധ്യപ്പെട്ടാലും അംഗീകരിക്കുകയില്ല, സ്വീകരിക്കുകയില്ല എന്നതിന് അവരുടെ പെരടികളിൽ നമ്മൾ ചെങ്ങലകൾ തീർത്തിരിക്കുന്നു. ആ ചെങ്ങലകൾ വലിയ ഭാരമുള്ള ചെങ്ങലയാണ്. അതുകൊണ്ട് തന്നെ ഫഹിയ ഇലൽ അദ്ഖാൻ, താടിയല് വരെ ആ ചെങ്ങല കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഫഹും മുഖ്മഹൂൻ, തല താഴ്ത്താനോ തിരിക്കാനോ കഴിയാതെ സദാസമയത്തും അവര് മേലോട്ട് നോക്കി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സത്യം എത്ര കണ്ടാലും അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയില്ല. അത്ഭുതങ്ങൾ ധാരാളങ്ങൾ കണ്ടിട്ടില്ലേ മക്കക്കാര്? മൂജിദത്തുകൾ ഒരുപാട് അവര് കണ്ടിട്ടില്ലേ? കൊച്ചുനാളിൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ, അവിടുത്തെ സ്വഭാവത്തിൽ, സമ്പർക്കത്തിൽ ധാരാളം അമാനുഷിക സിദ്ധികൾ മക്കക്കാര് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മക്കക്കാര് അവര് താടിയല്ലുകൊണ്ട് ചെങ്ങലയിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെട്ടതുപോലെ വിശ്വാസ രംഗത്തേക്കൊരു നിലക്കും വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാതെ അവരവര് വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങളുമായി നല്ല സെറ്റപ്പോടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഒട്ടകത്തിനെ കുറിച്ചാണ് സാധാരണ അറബിയിൽ അഖ്ഹമ എന്ന് പറയാറുള്ളത്. അഥവാ ഒട്ടകം വെള്ളം കുടിക്കാൻ തലതാഴ്ത്തിയാൽ തണുപ്പ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം രുചി അതിന് പറ്റാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ കുടിച്ച് ദാഹം തീർന്നാൽ തല മേലോട്ട് ഇങ്ങനെ പൊക്കി നിൽക്കും, പിന്നത് തല താഴോട്ട് താഴ്ത്തുകയില്ല. ഇതേ രൂപത്തോട് സാദൃശ്യപ്പെടുത്തി അള്ളാഹു പറയുകയാണ്, സത്യം എത്ര ബോധ്യപ്പെട്ടാലും ചെങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ആളുകളെ പോലെ വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും ബേക്കോട്ടും തിരിയാതെ അസത്യത്തിൽ, അന്ധകാരത്തിൽ അവരെ അടിയുറച്ചു നിൽക്കുന്നു. അവർക്ക് സദാസമയത്തും അതാ കുടുക്ക് ചങ്ങലയിൽ കുടുങ്ങിയ ആളുകളെ പോലെ അവരെ ശരീരം ഒരു നിലക്കും അവരെ മനസ്സും സത്യത്തിലേക്ക് തിരിയുകയില്ല. അവരെ താടിയെല്ലുകൊണ്ട് കൂട്ടപ്പെട്ട ചെങ്ങലയുള്ളതുപോലെ അവർ എല്ലാ സമയത്തും സത്യത്തെ തൊട്ട് അടച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മക്കയിലേക്ക് കടന്നു വന്നിരുന്ന ആദ്യകാലത്തുള്ള ആളുകളെ വിശ്വാസ രംഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി മക്കയിലെ ഗോത്ര നേതാക്കൾ ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണ് പഞ്ഞി വിതരണം. വരുന്ന നേതാക്കൾക്കൊക്കെ നല്ല പഞ്ഞി കൊടുക്കും. ആ പഞ്ഞിയിൽ അത്ര തേച്ച് കാതിൽ തിരികാനല്ല, കാതിന്റെ ഉള്ളിലേക്ക് ഒരു ശബ്ദവും കേൾപ്പിക്കാത്ത രൂപത്തിൽ കൊട്ടിയടക്കാൻ വേണ്ടിയാണ്. മക്കയുടെ പരിസരത്ത് ഷാമിൽ നിന്ന് ആര് വന്നാലും പഞ്ഞി വിതരണം ചെയ്യും. അങ്ങനെ ആ പഞ്ഞി കുറെ കാലം കാതിൽ വെച്ച് നടന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ത്വൽഹ റളിയല്ലാഹു അൻഹു അവസാനം ചിന്തിച്ചു, ഞാൻ എന്തിനാ ഈ പഞ്ഞി ഇങ്ങനെ കുത്തി നടക്കുന്നത്? ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യന്റെ സംസാരം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പഞ്ഞി കുറച്ചു നേരം ഒന്ന് എടുത്തിട്ടിട്ട് കാതിനൊരു സ്വസ്ഥത കൊടുത്ത് പിന്നെ അങ്ങോട്ട് പഞ്ഞി തിരികാനോ എന്ന് കരുതി പഞ്ഞി എടുത്തിട്ട നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണം കേട്ടു. തങ്ങൾ ഓതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം, കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ ബശീറൻ വനദീറാ فأعرض أكثرهم فهم لا يسمعون. ഇത് കേട്ടപ്പോ പിന്നെ പഞ്ഞി അങ്ങോട്ട് വെക്കാൻ തോന്നില്ല. ത്വൽഹ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഈ വചനങ്ങൾക്ക് എന്തൊരു മാത്രം മാസ്മരികതയുണ്ട്. അപ്പൊ ഖുർആനോത്ത് കേട്ടിട്ട് പലരും ഇങ്ങനെ പോകുമ്പോ അവസാനം മറ്റൊരു പദ്ധതി കിട്ടും, ഇനി ആരും ഖുർആൻ കേട്ടു പോകരുത്. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേട്ടു പോകാൻ പാടില്ല. അതിലെന്തോ ഒരു മെസ്മരിസം ഉണ്ട്, മായാജാലമുണ്ട്. മനുഷ്യന്റെ ബുദ്ധിയും ശരീരവും സമ്പത്തും ഒക്കെ അതിലേക്ക് ചോർത്തിയെടുക്കുകയാണ്. അല്ലാഹു മനസ്സ് വിശാലമാക്കി കൊടുക്കുകയാണ്. ആ മനസ്സിൽ നേരറിവുള്ള എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവർ വന്ന് വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആനിന്റെ സ്വാധീനം എത്ര വലുതാണ്. ഈ ഉപകരണങ്ങളൊന്നും വികസിച്ചിട്ടില്ലാത്ത അന്ന് വീട്ടിന്റെ ചെറിയ ഒരു റൂമിൽ
രാത്രി നട്ടപ്പാതിര നേരത്ത് ഖുർആൻ ഓതി നിസ്കരിക്കുന്ന വലിയ സ്വഹാബി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാതിരാത്രിയിലുള്ള ഖുർആൻ കേൾക്കാൻ പരിസരങ്ങളിലുള്ള സഹോദരിമാര് ഉറക്കം മാറ്റിവെച്ച് അടുത്ത് കിടക്കുന്ന ഭർത്താവിനെ ഉണർത്താതെ എഴുന്നേറ്റ് പോവുകയാണ്. അതുകൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു നാട് വിട്ടുപോകാൻ പറഞ്ഞത്. നിങ്ങളെ ഓത്തുകൊണ്ട് നമ്മുടെ സ്ത്രീകളും നമ്മുടെ മക്കളുമൊക്കെ നിങ്ങളെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. മഹാനവർകൾ യാത്ര പോകാൻ ഉദ്ദേശിച്ച് അങ്ങനെ യാത്രക്കുള്ള പുറപ്പാടൊക്കെ നടത്തി പുറപ്പെട്ടു. പോകുന്നപ്പോൾ വഴിയിൽ വെച്ച് മക്കയിലെ വലിയ കാരണവരായ ഇബ്നു ദുഗ്ന കണ്ടു. ഇബ്നു ദുഗ്ന ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ്? നിങ്ങളെ നാട്ടുകാർ, നമ്മുടെ നാട്ടുകാർ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ രാത്രി ഖുർആൻ ഓതിയപ്പോ എന്റെ കേസല്ല, ഞാൻ ഓതുമ്പോ എനിക്കൊരു സ്വഭാവമുണ്ട്. ഖുർആനിന്റെ ആന്തരികാർത്ഥങ്ങൾ മുഴുവനും ചിന്തിച്ച് എന്റെ ശബ്ദം പൊങ്ങിപ്പോകുന്നത് ഞാൻ അറിയാറില്ല, കരച്ചിൽ വരുന്നത് ഞാൻ അറിയാറില്ല. വകാന റജുലൻ ബക്കാഅം ബിൽ ഖുർആൻ. അതീവ ലോല മനസ്കനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്ന് ശകലം ഓതുമ്പോഴേക്ക് പൊട്ടി പൊട്ടി കരയുകയാണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ മാറിന്റെ ഭാഗം മുഴുവനും നനഞ്ഞു കാണുന്നതൊരു സ്വഭാവമാണ്. അതേ, കണ്ണീർ കണങ്ങൾ ചാലിച്ച് 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 ഖത്താനി അസ്വദാനി മിൻ ബുകായി. കാണാൻ നല്ല ഭംഗിയുള്ള മുഖത്ത് രണ്ട് കറുത്ത വരകൾ കാണുന്നുണ്ട്. സഹോദരന്മാരെ, പെയിന്റ് അടിച്ചു വെച്ചതല്ല, പൊള്ളിയതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതി 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 അതിന്റെ ചുടുജലങ്ങൾ ഒഴുകി 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 അവിടെ അടയാളം വീണിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുമുണ്ട് അങ്ങനെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുമുണ്ട് അങ്ങനെ. രണ്ട് വരകൾ കാണാമായിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവരെല്ലാവരും ഉൾക്കൊണ്ട ഒരു ഖുർആൻ ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ഖുർആൻ നമുക്ക് ഒന്ന് ഓതാനേ അല്ലെങ്കിൽ ഒന്ന് കേൾക്കാനേ മാത്രമേ കഴിയുന്നുള്ളൂ. അവർ ഉൾക്കൊണ്ട ഖുർആൻ ഒന്ന് വേറെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ കേൾക്കരുത് എന്ന് മക്കയിലെ നേതാക്കൾ തീരുമാനിച്ചു. അഥവാ എവിടുന്നെങ്കിലും ഖുർആൻ കേട്ടാൽ വൽഗൗ ഫീഹി, അവിടെ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾ ആ ഖുർആനിനെ മറികടക്കുന്നവരാകാൻ വേണ്ടി. അതുകൊണ്ട് ഖുർആൻ കേട്ടാൽ നിങ്ങൾ പെട്ടുപോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഇബ്നു ദുഗ്ന പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല. മിസ്ലുക ലാ യുഖ്റജു, നിങ്ങളെ പോലത്തെ ആളുകളൊന്നും നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. കാരണം ഇന്നക ലതസിലുർ റഹീം വതഖിലുൽ ലൈഫ് വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം. ഒരു വ്യക്തി നല്ല ആളാകാൻ എന്തെല്ലാം മഹൻ വിശേഷങ്ങൾ വേണോ അതെല്ലാം നിങ്ങളിലുണ്ട്. നിങ്ങൾ ഈ നാട്ടിൽ തന്നെ നിൽക്കുന്ന ആളാ. നിങ്ങൾ പോയാൽ ഈ നാട്ടുകാർക്ക് അത് സമാധാനക്കുറവിന് കാരണമാകും. നിങ്ങൾ തിരിച്ചു പോകണം. നിങ്ങൾക്ക് ഞാൻ അഭയം തന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നും പോയി പതിവ് പോലെ ഖുർആൻ ഓതി. ഖുർആൻ ഓതുമ്പോൾ സുബഹി നേരത്തെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭാര്യമാരെ കാണുന്നില്ല, പരിസരത്ത് സഹോദരിമാരെ കാണുന്നില്ല, കങ്ങന്മാരെ കാണുന്നില്ല, പെൺകുട്ടികളെ കാണുന്നില്ല. പരാതിയുമായി അവര് വന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇന്നലെയല്ലേ നിങ്ങൾ കെട്ടുമ്പാടൊക്കെ എടുത്തു പോയത്, പിന്നെങ്ങനെയാ തിരിച്ചിങ്ങോട്ട് വീണ്ടും വന്നത്? നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന കാരണവരുണ്ടല്ലോ ഇബ്നു ദുഗ്ന, ആ ഇബ്നു ദുഗ്ന എനിക്ക് അഭയം തന്നിട്ട് ഞാൻ വന്നതാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് ഈ നേതാക്കൾ ഇബ്നു ദുഗ്നയെ സമീപിച്ച് പറയുന്നു, ഞങ്ങളെ ഭാര്യമാര് ഞങ്ങളെ അനുസരിക്കാതെ രാത്രി വീട് വിട്ടിറങ്ങി പോവുകയാണ്. സുബഹിന്റെ നേരത്ത് നോക്കുമ്പോ പെൺകുട്ടികളെ കാണുന്നില്ല. എല്ലാവരും സിദ്ദീഖിന്റെ വീട്ടിന്റെ പരിസരത്ത് അതാ ശബ്ദിക്കാതെ നിൽക്കുന്നു. സാഗൂതം ഖുർആനോത്ത് ശ്രവിക്കുകയാണ്. അവരത് ഉൾക്കൊണ്ടിട്ട് അവരെ മനസ്സിലും അതേ രൂപത്തിൽ ഒരു മാസ്മരിക സ്വഭാവങ്ങൾ പിടികൂടിയാൽ ആ ഭാര്യമാരെ ഞങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാണ് അഭയം കൊടുത്തത് എന്ന് വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകില്ല അഭയം തിരിച്ചു വാങ്ങണം,
അല്ലെങ്കിൽ നാട് വിട്ടു പോകാൻ പറയണം. ഇബ്നു ദുഗന പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, നിങ്ങളെ അഭയം നിങ്ങൾ തിരിച്ചെടുത്തോ, അള്ളാഹുവിന്റെ അഭയം കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടുകൊള്ളാം, എനിക്ക് വേറെ ആരെയും അഭയം വേണ്ട. അപ്പൊ സഹോദരന്മാരെ, ഖുർആൻ കേട്ടാൽ വിശ്വസിച്ചു പോകുമെന്ന് കരുതിയിട്ട് അപശബ്ദമുണ്ടാക്കാനും കേൾക്കുന്ന സ്ഥലത്തു നിന്ന് ഓടിപ്പോകാനും അവർ തീരുമാനമെടുത്തു. പക്ഷേ അങ്ങനൊരു വിഭാഗം നടന്നിട്ടുണ്ട്. അവരെ പറ്റിയാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലാ, അവരുടെ പെരടികളിൽ നല്ല കുടുക്കു ചെങ്ങലകൾ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണ്, അഥവാ അവർ കുഫറിൽ അത്രയും അടിയുറച്ചു പോയിട്ടുണ്ട്, സത്യത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയില്ല, അവരുടെ പെരടി ഒന്ന് അതിലേക്കൊന്ന് ചെരിയുക പോലും ഇല്ല. അവര് കണ്ണ് മേൽപോട്ട് തല ഇങ്ങനെ ഉയർത്തിയിട്ട് എന്തെങ്കിലും അംഗീകരിക്കേണ്ടി വരുമെന്ന് കാണുമ്പോ കണ്ണ് ചിമ്പും പോലെ ഇവര് കണ്ണ് ചിമ്മി നടക്കുകയാണ്, തലമേൽപോട്ടാക്കിയിട്ട്. അവർക്ക് അനുസരിക്കുന്ന സ്വഭാവം തീരെയില്ല. അത് ഇന്നും സത്യത്തിന്റെ വിരോധികളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. സത്യം ബോധ്യപ്പെട്ടാൽ അവർക്കത് സ്വീകരിക്കാൻ മനസ്സ് വരുന്നുണ്ടോ നിങ്ങൾ നോക്ക്. എല്ലാ തെളിവും വെച്ച് നിരത്തി കൊടുത്താലും അവസാനം പറയുന്ന ആലോചിക്കട്ടെ എന്ന് പറയും. അങ്ങനെയല്ലേ പഴയ കാലത്തും ഉണ്ടായിരുന്നത്. അതേ അബൂജഹലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അവിടുത്തെ അസാധാരണത്വവും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും ശരിക്ക് അറിഞ്ഞ വ്യക്തിയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. കുട്ടിക്കാലത്ത് ഒരു ചെറിയ കുട്ടി തെമ്മീതെത്തി പ്രായപൂർത്തിയെത്തുന്നതിന്റെ മുമ്പ് അറേബ്യയിലൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികളെ പണിക്ക് വിളിക്കും. അങ്ങനെ ഈ കുട്ടികളെ വസീയത്ത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട ആളുകളെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കും. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചാലും വലിയവരെടുക്കുന്ന പണി പോലെ കുട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ കൂലി കൊടുത്തോളണം, അല്ലെങ്കിൽ നാട്ടിന്റെ സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ശമ്പളം കൊടുക്കണം. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭാരമുള്ള ജോലികൾ ഒരു കുട്ടിയെ കൊണ്ടും എടുപ്പിച്ച് പീഡിപ്പിക്കാൻ പാടില്ല. അത് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട വസീയത്ത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട കുട്ടിയാണെങ്കിലും അയൽപക്കക്കാരനാണെങ്കിലും ആരാണെങ്കിലും ശരി, ഒരു ചെറിയ കുട്ടി അനാഥയാണ്. ആ കുട്ടി വന്നിട്ട് കഅബ ശരീഫിന്റെ മുന്നിലിരിക്കുന്ന നേതാക്കളോട്, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം, അബുൽ ഹക്കമി എന്നെ കൊണ്ടൊരാഴ്ചയോളം പണിയെടുപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള പണം തന്നിട്ടില്ല, എന്റെ വാപ്പ വസീയത്ത് ചെയ്ത് ഏൽപ്പിച്ചത് അബുൽ ഹക്കമിനെയാണ്. അബൂജഹലിനെ പഴയകാലത്ത് വിളിക്കുന്ന ഒരു പേരാണ് അബുൽ ഹക്കം. അവരുടനെ തന്നെ ഒരു കാര്യം ചെയ്തു. അബൂജഹലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ കുട്ടിക്ക് വല്ലതും കൊടുക്കാണ്ടോ എന്ന് വെച്ചു. കൊടുക്കാനൊക്കെ ഉണ്ട്, അതിനൊന്നും ഇപ്പൊ ആകൂല എന്ന് പറഞ്ഞു. ഒറ്റടിക്കൊന്നും ഇപ്പൊ അതിനൊന്നും ആകൂല. എന്നാൽ ഞങ്ങൾ ഈ കുട്ടിയെ മുഹമ്മദിന്റെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാം, ഉറപ്പ അവിടെ എത്തിയാൽ ഈ കുട്ടിയുടെ കൈയും പിടിച്ചു വരും. വന്ന് വീട്ടിന്റെ മുന്നിലെത്തി കതക് തുറക്കാൻ പറയുമ്പോ കതക് തുറന്ന് അങ്ങനെ തന്നെ കതക് നീ നടക്കണം. അപ്പൊ ഞങ്ങളെല്ലാവരും പരിസരത്ത് നിന്ന് കൂക്കിക്കളയും. തോറ്റാ പിന്നെ അവസാനമുള്ള ഒരു പരിപാടിയാണ് കൂക്കാന്നുള്ളത്. അതിപ്പോഴും നാട്ടിൽ നടക്കുന്നുണ്ട് സജീവമായിട്ട്. അങ്ങനെ ഞങ്ങൾ പരിഹസിക്കും, കൈയടിക്കും, കൂക്കി വിളിക്കും. നീ അങ്ങനെ ചെയ്യണമെന്നോ? റെഡി, അങ്ങനെ ചെയ്യാന്നോ? സമ്മതിച്ചു പോയി. ഈ കുട്ടിയെ പറഞ്ഞാൽ ആ നിസ്കരിക്കുന്ന ആളോട് പോയി പറഞ്ഞാൽ മതി, ഉദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കും. കുട്ടിക്ക് കുട്ടിന്റെ പണം കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയ ഉടനെ തന്നെ കുട്ടി പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ കാര്യം? അബുൽ ഹക്കം എനിക്ക് പണം തരാനുണ്ട്, നിങ്ങൾ വാങ്ങിത്തരണം, എന്നെ കൊണ്ട് ജോലി എടുപ്പിച്ച് കുറച്ച് കാശുണ്ട്. ഉടനെ തന്നെ എഴുന്നേറ്റു. ആ കുട്ടിയുടെ കൈ പിടിച്ചു പോയി. ബാപ്പയില്ലാത്ത കുട്ടി, അനാഥയായ കുട്ടി. അക്കുട്ടിയെ കൈ പിടിച്ചു പോയി അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയി. വീട് നമുക്കൊക്കെ അറിയാലോ, മക്കയില് എല്ലാവർക്കും അറിയാലോ ആ വീട്. ആ വീട്ടിലേക്ക് പോയി അവിടെ മുട്ടി, കതകിൽ മുട്ടി. അബൂജഹൽ തുറന്ന ഉടനെ തന്നെ അബൂജഹൽ മുഴുവനായി ഇങ്ങോട്ട് അടക്കാൻ അബൂജഹലിന് സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്ക് പറഞ്ഞു, ഈ കുട്ടിക്ക് കൊടുക്കാനുള്ളത് കന്ന് കൊടുത്തേക്കണം. കഥകടക്കുന്നതിന് പകരം വേഗം ഉള്ളിൽ പോയി കൊടുക്കാനുള്ള പണം അത്രയും ഒരു സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് കൊടുത്തു.
പരിസരത്ത് കഴുകന്മാരെ പോലെ ഇരിക്കുന്നവർ ഇളിപ്യരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയപ്പോ അവരൊക്കെ ചാടി വീണിട്ട് ചോദിച്ചു, അസബൗത, മതം മാറിയിട്ടുണ്ടോ? പ്രസ്ഥാനത്തിൽ നിന്ന് രാജിയായിട്ടുണ്ടോ? സാധാരണ സ്വന്തം ആളുകൾക്ക് പോലും ഇല്ലാത്തൊരു വണക്കം എങ്ങനെയാ നിനക്ക് വന്നത്? എങ്ങനെയാണ് ഒരു വലിയ ബഹുമാനം വന്നത്? അബൂജഹൽ പറഞ്ഞു, ഞാൻ കണ്ട കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളാരും ജീവിക്കില്ല. രണ്ട് തോളിന്റെ ഭാഗത്തും ഒരു റിപ്പോർട്ട് പ്രകാരം 2 കുന്തം. എന്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത വലിയ 2 കുന്തം എന്റെ നേരെ ഇങ്ങനെ നിൽക്കുന്നു. ഞാനതല്ലേ കാണുന്നത്. എന്തെങ്കിലും ഒന്ന് എതിര് പറഞ്ഞാൽ എന്നെ കുത്തിയിട്ടത് പണിയാക്കി കളയും, എന്റെ ജീവൻ എടുത്ത് കളയും എന്നെനിക്ക് പേടിയായി. അതുകൊണ്ട് പറഞ്ഞത് ഞാൻ അങ്ങ് അംഗീകരിച്ചു. എന്നിട്ട് ഈ അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഇങ്ങനെ ഒന്നോ എത്ര സംഭവിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്, പറയൂല. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലാ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അവരുടെ പെരടികളിൽ നല്ല കുടുക്കുചങ്ങല നാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ കുടുക്കുചങ്ങല താടിയല്ല്, അത് ഖാൻ എന്ന് പറഞ്ഞാൽ താടിയല്ലാണ്. താടിയല്ല് വരെ അത് ബന്ധിപ്പിച്ച് കെട്ടിയിട്ടുണ്ട്. 2 കൈയും പെരടിയിലേക്ക് കൂട്ടിയിട്ടാണ് ഇത് കെട്ടാറുള്ളത്. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ചില മഹാന്മാരി ആയത്ത് പറഞ്ഞപ്പോ പറഞ്ഞു, ചെങ്ങലക്കിടാൻ പാടില്ല, മനുഷ്യന്മാരെ ചെങ്ങലയിലിട്ട് ശിക്ഷിക്കാൻ പാടില്ല. കാരണം നരകത്തിൽ അല്ലാഹു കാഫിരീങ്ങൾക്ക് കൊടുക്കുന്ന വലിയൊരു ശിക്ഷയാണത്. ആ ശിക്ഷ ഇട്ടിട്ട് ഇവിടെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്നീ ആയത്തിൽ നിന്ന് തെളിവെടുത്തവർ പറഞ്ഞു. ഇരിക്കട്ടെ, ഇവിടെ അല്ലാഹു തആല ഉദാഹരണമാണ് പറഞ്ഞതെങ്കിലും ഇസ്മായിലുൽ ഹിത്തിൽ ബറൂസബി തങ്ങൾ പറയുന്നു, ഇശാറത്തും ഇലാ മാ യുഫ്അലു ബിഹിം ഫിൽ ആഖിറ. ഇവിടെ ചെങ്ങലയൊന്നും കാണാൻ പറ്റുന്നില്ല, കുടുക്ക് ചെങ്ങലയൊന്നും അവരെ കഴുത്തിൽ ആരും വിട്ടു വലിച്ചിട്ടില്ല. പക്ഷേ ആഖിറത്തിൽ ഇങ്ങനെ നടക്കുമെന്നതിന് ഇതൊരു സൂചനയാണ്. അവിടെ വലിയ കുടുക്ക് ചെങ്ങല അവർക്കുണ്ട്. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതആമൻ ദാ ഗുസ്വത്തിൻ വഅദാബൻ അലീമാ. നമ്മുടെ വക്കൽ അൻകാലൻ, അതേ ശിക്ഷകളുണ്ട്. ഏത് ശിക്ഷ എന്നറിയോ? ദുനിയാവിൽ ഒരു ഭരണാധികാരിയും ശിക്ഷിക്കാത്ത ശിക്ഷയുണ്ട്. അതിന്റെ നീളവും ആഴവും പരപ്പും നോക്കിയാൽ അതിന് തുല്യതയില്ല. ലോകതലത്തിൽ തന്നെ അക്രമികൾക്ക് പോലും അത് പരിചയമില്ല. അത്രയും കുടുക്ക് ചങ്ങലകളുണ്ട്. അതിന്റെ നീളം എത്രമാത്രം വലുതാണ്. വജഹീമാ, അല്പം പോലും ചൂട് കുറയാത്ത കത്തിയാളുന്ന നരകമുണ്ട്. തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമുണ്ട്. നരകത്തിൽ കാണുന്ന ഏത് മുള്ളു ചെടിയിൽ നിന്നും അല്ലാത്ത ചെടിയിൽ നിന്നും ഭക്ഷണം കഴിച്ചാലും തായോട്ട് ഒറ്റടിക്കതി ഇറങ്ങിപ്പോകുന്നൊരു ഭക്ഷണം നരകത്തിലില്ലേ ഇല്ല. അത് തായോട്ടിറക്കാൻ പിന്നൊരു മാർഗമേ ഉള്ളൂ. അതേ നരകക്കാരുടെ ഗുഹ്യഭാഗത്തിനൊന്നും കക്ഷഭാഗത്തിനൊന്നും ഒലിച്ചിറങ്ങുന്ന ചുടു ചീഞ്ചലമുണ്ടല്ലോ, ആ ചീഞ്ചലം കുടിക്കുക തന്നെ. അപ്പൊ അത്രയും ഗൗരവമുള്ള ശിക്ഷ അവിടെ കൊടുക്കുമെന്ന് അല്ലാഹു ഇവിടെ തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞതാണ്. മറ്റൊന്നുകൂടി നിങ്ങൾ ആ ആയത്തിൽ നോക്കൂ. അല്ലാഹു പറഞ്ഞത് ഇന്നാ ജഅൽനാ, നടന്നു എന്ന അർത്ഥത്തിൽ മാളിയായ ഫീലായിട്ടാണ്. എന്ന് പറഞ്ഞാൽ മഹാന്മാര് പറഞ്ഞു നടക്കും എന്നത് ഉറപ്പാണ്. കുടുക്ക് ചെങ്ങനെ അല്ലാഹു ആഖിറത്തിൽ കൊടുക്കുമെന്നതിൽ സന്ദേഹമില്ല. അത് നടക്കുമെന്ന് ഉറപ്പിക്കാനാണ്. ചില കാര്യങ്ങളൊക്കെ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കാണാം, അത്താ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനം ഖിയാമത്ത് നാൾ വന്നു, വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വരുന്ന ഉറപ്പാണ്, നടക്കുന്ന ഉറപ്പാണ്, സംശയമില്ല. അതേപോലെയാണ് ഇവിടെയും പറഞ്ഞത്. കുടുക്ക് ചങ്ങളങ്ങൾ നമ്മൾ തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർക്കും, ഒരു സംശയം വേണ്ട. എന്നിട്ട് മറ്റൊന്നുകൂടി അവർ സ്വീകരിക്കാതിരിക്കാൻ അല്ലാഹു പറഞ്ഞു. എന്താണെന്നറിയോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ.
അവരെ മുൻഭാഗത്തും നമ്മൾ മറസിട്ടിച്ചിരിക്കുന്നു, പിൻഭാഗത്തും മറസിട്ടിച്ചിരിക്കുന്നു. ഫഗ്ശൈനാഹും അവരെല്ലാവരെയും നമ്മൾ അന്ധത കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ സത്യം അവര് കാണുകയില്ല, സത്യത്തിലേക്ക് അവര് വരികയില്ല. എന്താണ് സഹോദരന്മാരെ ഈ മറ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ വേണ്ടി അവർ പോയി, തങ്ങളെ ഖുർആനോത്ത് തടയാൻ വേണ്ടി അവർ പോയി. പക്ഷേ മുന്നിലെത്തി നോക്കുമ്പോ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, മുന്നിൽ മറയാണ്, തങ്ങളെ അവർ നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഖുർആൻ ഓതുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് തരും. വൈദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. ഖുർആൻ മുറുകെ പിടിച്ച് നീ ഖുർആൻ ഓതിയാൽ, രക്ഷയ്ക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ, ആഖിറം കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളാണ് നിന്നെ എതിർക്കാൻ വരുന്നതെങ്കിൽ ജഅൽനാ ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, നിങ്ങൾക്കും ആഖിറം കൊണ്ട് വിശ്വസിക്കാത്തവർക്കും ഇടയിൽ നമ്മൾ സൃഷ്ടിക്കും ഹിജാബൻ മസ്തൂറാ, തകർക്കപ്പെടാൻ കഴിയാത്തൊരു ഭിത്തി സൃഷ്ടിക്കും, ഒരു മറ. അവര് കാണൂല. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ, അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ ഓതുന്ന നബി തങ്ങളെ തടയാൻ വേണ്ടി സംഘങ്ങളായി ഇവർ പുറപ്പെട്ടു. അവിടെ എത്തി നോക്കുമ്പോ കാണുന്നില്ല. അവർ പിന്തിരിഞ്ഞു വരുമ്പോ വീണ്ടും ഖുർആൻ കേൾക്കുന്നുണ്ട്. അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കി, ആളെ കാണുന്നില്ല. അതാണ് വമിൻ ഖൽഫിഹിം സദ്ദാ, പിറകിലും മറ, മുന്നിലും മറ, ആകെ മറ. ഫഗ്ശൈനാഹും, എന്തോന്ന് കാർമേഘം മൂടിയതുപോലെ കണ്ണു നോക്കിയിട്ട് കാണുന്നില്ല. ദൂരത്തെത്തിയപ്പോ വീണ്ടും കാണുന്നത്. അതാണ് നമ്മൾ തെരഞ്ഞാൾ വീണ്ടും ഖുർആൻ ഓതുന്നതാ. വീണ്ടും ഇവർ പോയി നോക്കുകയാണ്, ദേഷ്യം മൂത്തിട്ട് കാണുന്നില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്ന സൂറത്ത് ഇറങ്ങിയപ്പോ അബൂലഹബിന്റെ ഭാര്യ വലിയ ഒരു കല്ലും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക്, കഅബ ഷരീഫിന്റെ ഭാഗത്തേക്ക് വന്നു. അപ്പൊ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പെണ്ണിങ്ങനെ വന്ന് നാനാ ഭാഗത്തേക്കും തെരയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു ചിരിക്കാണ്. എന്തൊരു അതാബ്! ഇവരെ കണ്ണിനൊക്കെ അല്ലാഹു തആല കൊടുത്തത് അന്ധത, എത്ര വലിയ അന്ധതയാണ്! ഇതല്ലേ അടുത്തിരിക്കുന്നത്, കാണുന്നില്ലല്ലോ. കുറെ ചുറ്റിക്കറങ്ങിയിട്ട് ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിനെ സാഹിബു എവിടെ? കൂട്ടുകാരൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. ഉടനെ തന്നെ പറഞ്ഞു, ആ കൂട്ടുകാരനെ കണ്ടാൽ ഈ കല്ലുകൊണ്ട് തല ഞാൻ കുത്തിച്ചതക്കും. കാരണം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്നതില് അവസാനം 37 പറയുന്നുണ്ട്, വംറാത്തുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസ്ദ്. ഭർത്താവിനെ മാത്രമല്ല ഭാര്യനെ എണ്ണി തുറന്നു പറഞ്ഞല്ലോ. ആ ദേഷ്യം കൊണ്ട് വന്നതാണ്. കാണൂല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കാണുന്നില്ല, എങ്ങോട്ട് നോക്കിയിട്ട് കാണുന്നില്ല. കണ്ടാൽ ഞാൻ കുത്തിച്ചതക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, ആ പെണ്ണ് വന്നേ കണ്ടില്ലേ? തങ്ങളെ കാണുന്നില്ല. എന്നെ കാണുന്നില്ല സിദ്ദീഖേ, എന്നെ കാണൂല. പക്ഷെ ഞാൻ അങ്ങോട്ടൊക്കെ കാണുന്നുണ്ട്. ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നെ അവള് കാണൂല. പലപ്പോഴും ശിക്ഷിക്കാൻ നോക്കിയിട്ട് എങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ നിങ്ങൾ നോക്കി, അബൂജഹൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. അബൂജഹൽ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എന്താണ് അബൂജഹൽ വെല്ലുവിളിച്ചത്? അതേ, മലക്കുകളുണ്ട്, ശിക്ഷിക്കുന്ന മലക്കുകളുണ്ട് എന്നാ പറയുന്നത്. നാം മലക്കുകളൊന്ന് വരട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. എനിക്കിതാ എന്റെ സഭാവാസികൾ, എന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ഒരുപാട് ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ട്. എനിക്കൊരു വിഷയമല്ല. അപ്പയല്ലേ അല്ലാഹു തആല പറഞ്ഞത്, അതേ ഗോത്രത്തലവന്മാരെയും ജനങ്ങളെയും മൊത്തം വിളിച്ചാലും ഒരു പ്രശ്നമല്ല. സനദുഉ സബാനിയ, നമ്മൾ സബാനിയാക്കളെ എന്ന് വിളിക്കും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഗോത്ര സംഘങ്ങളെ സംഘടിപ്പിച്ച് അബൂജഹലിന് വരാൻ ധൈര്യമില്ല. അവനെങ്ങാനും വന്നാൽ
ഫഖതഫതുൽ മലായികതു റുദുവൻ റുദുവാ. സബാനിയാക്കളായ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഒരു മലക്ക് കൈ പിടിച്ച് പറിച്ചു കൊണ്ടുപോകും, വേറൊരു മലക്ക് മൂക്ക് പിടിച്ച് പറിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഉളുവൻ ഉളുവാ, ഓരോ അവയവം ഓരോ മലക്കും പിടിച്ചങ്ങ് പറിച്ചു കൊണ്ടുപോകും. പക്ഷേ അബൂജഹിലിന് ധൈര്യമില്ല. അവൻ ദൂരെ നിന്ന് വീമ്പളക്കുകയാണ്. ആ വീമ്പളക്കല്ലാണ് അള്ളാഹു മറുപടി കൊടുക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ അവനൊന്ന് വിളിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ പക്ഷാഘാതം എന്താകുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അബൂജഹൽ വിളിച്ചില്ല. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് അതേ മക്കയിലെ ആളുകൾ വളഞ്ഞല്ലോ. നേതാക്കളും അല്ലാത്തവരും ആ വീട് വളഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം നിർദ്ദേശിച്ചു. അവരെല്ലാവരും അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. പുറത്തു വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റയടിക്ക് ശരിയാക്കണം, ഒറ്റയടിക്ക് എല്ലാവരും കൂടി വെട്ടി എന്നറിയിക്കാൻ വേണ്ടി വാളുയർത്തിപ്പിടിച്ചു നിന്നോളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണൽ വാരിയിട്ട് യാസീൻ മുതൽ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്നങ്ങ് ഓതി അവരെല്ലാവരും ഒറ്റ ഇറങ്ങി. അതിന്റെ ഇടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. പോയ വിവരം കൂടി അവരറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാറ്റടിച്ചിട്ട് എന്തോ മണൽ വന്നിട്ട് കണ്ണിൽ കുടുങ്ങിയതാണ് അവർ. ചില മഹാന്മാർ പറയുന്നു കണ്ണിന്റെ കാഴ്ചക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും പക്ഷേ ഈ ഭാഗങ്ങളങ്ങ് ഓതിയതോടുകൂടി അവർക്ക് അന്ധത വന്നു. ഇത് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണൽ ഒറ്റയേറി ഒരു പിടി മണൽ വാരി ചുറ്റുഭാഗത്തേക്കല്ലേ ആ മണലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു മുഅ്ജിസത്ത്. എല്ലാവരും ആ മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുമ്പോ കണ്ണ് ആർക്കും കാണുന്നില്ല ശരിക്കും. ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറഞ്ഞോടുകൂടെ കാഴ്ച പോയി. പിന്നെ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ തലയിൽ വീണ മണ്ണും പിന്നെ പിരികത്ത് വീണൊക്കെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു. ആ നജിദ് ഭാഗത്തുനിന്ന് വരുന്ന ശൈഖ് ഉണ്ടല്ലോ സാധാരണ, മൂപ്പർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഒന്നുമല്ല, ഇപ്പൊ പുറത്തേക്ക് വരും, ശരിയാക്കാൻ നിൽക്കാൻ നിങ്ങൾക്ക് പോയത്ര സംഭവിച്ചു, എപ്പോഴോ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട്. അപ്പോഴല്ലേ അവർ കാര്യം അറിയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത വലിയ ഒരു ആയുധമാണ് വിശുദ്ധ ഖുർആൻ. അത് മുഅ്മിനീങ്ങളായ നമുക്കൊക്കെ സിലാഹുള്ളത് അതാണ്. ആ ഖുർആനുമായി ആ രൂപത്തിൽ നമ്മൾ ബന്ധം ചേർക്കണം, ബന്ധം പുലർത്തണം. ഖുർആനോട് ബന്ധമുണ്ടെങ്കിൽ ഒരു നിലക്കും ഒരു സ്ഥലത്തും നമ്മൾ പരാജയപ്പെടുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇവിടെ ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വേറെ രണ്ട് കാരണങ്ങളുണ്ട്. സത്യത്തിൽ ഈ രണ്ട് ആയത്തും അവർ സത്യം സ്വീകരിക്കൂല എന്ന നിലക്കാണ് അല്ലാഹു ഉദാഹരണമാക്കി പറഞ്ഞത്. അതിലൊന്ന്, സത്യം സ്വീകരിക്കാൻ അവർക്ക് മനസ്സിന് തീരെ അതിലേക്ക് ചാഞ്ചല്യമില്ല. അതാണ് ആദ്യം പറഞ്ഞത്, ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം. മറ്റൊന്ന്, പുറത്ത് സത്യമായ കാര്യങ്ങൾ കാണാൻ അവർക്ക് സാധിക്കുന്നില്ല, മറയാണ്. കണ്ട സത്യങ്ങൾ മുഴുവനും ഒരു ദുർവ്യാഖ്യാനം നടത്തുകയാണ്, എന്നിട്ട് ആക്ഷേപിക്കുകയാണ്, എതിരായി പറയുകയാണ്. അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ആയത്ത് ബനൂ മഖ്സൂം ഗോത്രത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ രണ്ട് ആയത്തും അതേ അബൂജഹൽ ഒരു ദിവസം സത്യം ചെയ്തു, ഇനി എങ്ങാനും കഅബയുടെ പരിസരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കണ്ടാൽ ലയർമഹന്ന റഅസഹു, ഒരു കല്ലെടുത്തിട്ട് തല ഞാൻ കുത്തിപ്പൊളിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതൻ കണ്ടു. കല്ലെടുത്തിട്ട് അവൻ പോകുന്നു, തലയിലിടാൻ വേണ്ടി പോവുകയാണ്. കൈ അങ്ങ് ഉയർത്തിയപ്പോ, പരിസരത്തെത്തിയിട്ട് കൈ ഉയർത്തിയപ്പോ, സുബ്ഹാനല്ലാഹ്, അവന്റെ കയ്യതാ അത് നേരെ വന്നിട്ട് പെരടിയിലേക്ക് അങ്ങ് ആയിപ്പോയി. ആ കയ്യിലുള്ള കല്ലുണ്ടല്ലോ, ഒരു കയ്യിൽ ആ കല്ലങ്ങ് ഉറച്ചുപോയി, മറ്റേ കൈ നേരെ കുഴഞ്ഞു വീഴും പോലെ പെരടിയിൽ വന്നങ്ങ് ഒട്ടിപ്പിടിച്ചു.
അവന്റെ കൈ കൊണ്ട് കല്ലിടാൻ കഴിയണമെങ്കിൽ ഈ കല്ല് കയ്യിൽ ഉറച്ചുപോയി, ഒട്ടിപ്പോയി, വിട്ടുകിട്ടുന്നില്ല. വളരെ ബേജാറോടവൻ തിരിച്ചു വന്നു. പോയതിനേക്കാൾ കൂടുതൽ വേഗതയിൽ തിരിച്ചു വന്നപ്പോ കണ്ടു നിൽക്കുന്ന ഗോത്രക്കാര നേതാക്കൾ അതാ കല്ല് കയ്യിൽ നിന്ന് വളരെ സാഹസത്തോടെ പറിച്ചെടുക്കുന്നു. വളരെ തീവ്രമായ പരിശ്രമത്തോടെ കല്ലവര് പറിച്ചെടുത്തു കൊടുക്കുന്നു. അതെ, ഇവിടെ പോയി ഒട്ടിക്കിടന്ന് നിൽക്കുന്ന കൈയുണ്ടല്ലോ, ആ കൈയവര് വളരെ ശ്രമഫലമായി പറിച്ചെടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത് എന്ന് ഇവരാരും കണ്ടിട്ടില്ല. അവർ ചോദിച്ചു, മനോഹറും ഗോത്രക്കാർ ചോദിച്ചു, എന്തേ പറ്റിയത്, ഇതെങ്ങനെ സംഭവിച്ചത്? അബൂജഹൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഈ കല്ല് കൊണ്ടുപോയിട്ട് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയിലിട്ടിട്ട് തലയൊന്ന് കുത്തിപ്പൊളിക്കാൻ തീരുമാനമുണ്ട്. അവിടെ അങ്ങ് എത്തിയേക്ക് ഒന്നിനും സാധിക്കുന്നില്ല. കൈ നേരെ പെരടിയിൽ വന്ന് ഒട്ടിപ്പോയി. കല്ല് കയ്യിൽ പിടിച്ച കല്ല് ആ കയ്യിൽ തന്നെ ഒട്ടിപ്പോയി. നിങ്ങൾ ആലോചിച്ചു നോക്കാൻ, ഒന്നിനും സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എതിർത്താൽ അങ്ങനെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒന്നും എതിർക്കാൻ പാടില്ല. പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, എതിർക്കാൻ പാടില്ല. ഒരു സുന്നത്തിനെ പോലും എതിർക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് കാണും. ഒരു മനുഷ്യനോട് പറഞ്ഞു ഒരു ദിവസം, അയാൾ ഭയങ്കര യുക്തിവാദിയാണ്. യുക്തിവാദികൾ നിരീശ്വരവാദികളൊക്കെ ഉള്ള കാലത്തെ ഒരാളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു കൊടുത്താണ്, രാവിലെ എഴുന്നേറ്റാലും ഫസ്റ്റ് തന്നെ ദിക്ർ ചൊല്ലണം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ദിക്ർ ചൊല്ലിയ ശേഷം പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് എന്താ? ദിക്ർ കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? മിസ്വാക്ക് ചെയ്യാന്ന് പറയും കുറെ ആൾക്കാർ. കുറെ ആൾക്കാർ പറയും ഒന്നും പോകാം, കുറെ ആൾക്കാർ പറയും രണ്ടു പോകാം, കുറെ ആൾക്കാർ പറയും സുറും കുറ്റി കത്തിക്കാന്നൊക്കെ പറയും. അതൊന്നുമല്ല. ഹംദ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി രണ്ട് മുൻകൈയും കഴുകണം 3 പ്രാവശ്യം. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതിനുള്ള സുന്നത്താണ്. 3 പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിളിക്കണം. ഉദൂഇന്റെ സുന്നത്തല്ല, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ വകയിലുള്ള സുന്നത്താണ്. 3 പ്രാവശ്യം മുഖം കഴുകണം. ഇത് പറഞ്ഞെടുത്ത ഹദീസിൽ കാണാം, 2 കൈയും കൈകണമെന്ന് പറഞ്ഞതിന്റെ തത്വം ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ തത്വശാസ്ത്രം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദാ. എവിടെയാണ് അവന്റെ കൈകൾ പാർത്തു നിന്നത് അവൻ അറിയുകയില്ല. കൈ എവിടെയാണ് രാപ്പാർത്തത് എന്നറിയുകയില്ല. ശരിയല്ലേ സഹോദരന്മാരെ? നമ്മുടെ കൈകൾ ഏതെല്ലാം ഭാഗത്തേക്ക് ചലിക്കുന്നുണ്ട്? വിയർക്കുന്ന എല്ലാ ഭാഗങ്ങളിലും കൈകൊണ്ട് മാന്താറുണ്ട്. മൂട്ടയുണ്ടെങ്കിൽ അരിച്ചു പോകുന്ന മൂട്ടയെ ഉറക്കം തകരാറാകാതെ കൊല്ലാറുണ്ട്. കടിക്കുന്ന കൊതുകിനെ പിടിച്ച് അങ്ങനെയും കൊല്ലാറുണ്ട്. ഇടയിലൊക്കെ വളരെയധികം ചോര കുടിക്കുന്ന അതാ പേനിനെ അങ്ങനെയും വരക്കാറുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രഹസ്യ അറകളിൽ വരെ സഞ്ചരിക്കുന്ന 2 കൈ. ആ 2 കൈയും കൈകണം. അതിൽ അസ്പൃശ്യതകൾ ധാരാളമുണ്ട്. ആ കൈയിൽ രോഗാണുക്കൾ വരാൻ സാധ്യത ഒരുപാടുണ്ട്. ഇത് പറഞ്ഞപ്പോ ഒരു വിദ്വാൻ അതിനെ എതിർത്തു. അവൻ പറഞ്ഞു, എന്റെ കൈ എവിടെയാണെന്ന് എനിക്കറിയും, ഞാനത് കഴുകില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തിന്റെ മോചിതത്ത്, അവിടുത്തെ ഒരു സുന്നത്തിന്റെ മോചിതത്ത് നിങ്ങൾ നോക്ക്. പിറ്റേന്ന് രാവിലെ തന്റെ യുക്തി കൊണ്ട് ഈ വിഷയം ചോദ്യം ചെയ്ത മനുഷ്യൻ എഴുന്നേറ്റ് നോക്കുമ്പോ അവന്റെ 2 കൈയും അതേ മുട്ടുവരെ പിൻദ്വാരത്തിലൂടെ കയറിപ്പോയിരിക്കുന്നു. കാരണം ഉറക്കം ഒന്നുകൂടി ഊക്കിൽ കിട്ടാൻ വേണ്ടി 2 കൈയും സാധാരണ 2 കാലിന്റെ ഇടയിലൊക്കെ തിരുകുന്നൊരു സ്വഭാവമുണ്ട്. ചൂട് കൂടുതൽ കിട്ടാൻ അങ്ങനെ വെക്കുന്ന സാധാരണ ഒരു സ്വഭാവമുണ്ട്. ഈ മനുഷ്യൻ ആ സുന്നത്തിനെ എതിർത്തത് കൊണ്ട് കൈ കഴുകണോ കഴുകണ്ടേന്ന് അവൻ തന്നെ തീരുമാനിച്ചോട്ടെ. കണ്ടു നിൽക്കുന്ന ആളുകൾ എത്ര വിഷമിച്ചു പോയി. ഇപ്പൊ തീരുമാനമായില്ലേ എന്ന് പറഞ്ഞു കൊടുത്തവരൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തും എതിർക്കരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തത് കൊണ്ടാണല്ലോ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അബൂജഹലിന്റെ ഈ സംഭവം അങ്ങനെ കേട്ട ഉടനെ തന്നെ വേറൊരു ചങ്ങാതി മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട അവൻ പറഞ്ഞു, എന്നാ ഞാൻ പോയി കൊല്ലാൻ പോവാണ്. ആ കല്ലും കൊണ്ട് വാങ്ങി ഇത് ശരിയാക്കാൻ കയ്യിൽ നിന്ന് വേർപ്പെടുത്തിയ കല്ലും കൊണ്ട് തരും, ഞാൻ പോയി കൊല്ലട്ടെ എന്നോ. അയാൾ പോയി നോക്കുമ്പോ അവിടെ എത്തിയിട്ട് അയാൾ തിരിച്ചു വരുന്നത് കണ്ടു കാണാതെ അങ്ങനെ തപ്പിപ്പിടിച്ചാ വരുന്നത്. അബൂജഹലിന് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആ കൊടുത്തത്. കാരണം കണ്ട പാടെ അവന് സംഗതി ബോധ്യപ്പെട്ടു, കുറെ കണ്ടതല്ലേ. പക്ഷെ നല്ല ഊക്കിലെ കല്ല് വാങ്ങി പോയപ്പോ അള്ളാഹു കാഴ്ചയെ എടുത്തു കളഞ്ഞു. അന്ധനായിട്ടാണ് പിന്നെ അവൻ തിരിച്ചു വരുന്നത്. ഇവരെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഇമാം മഖ്സൂദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും തങ്ങളെ പ്രബോധന മേഖല നിർത്താൻ പാടില്ല. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. വസവാഉൻ അലൈഹിം, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണിത്. എല്ലാവരും ശരിക്കും ഓർക്കണം. വസവാഉൻ അലൈഹിം, നബിയെ പ്രബോധിതരായ ജനങ്ങൾക്ക് സമമാണ്, തുല്യമാണ്. അഅൻദർതഹും, തങ്ങളവരോട് പ്രബോധനം നടത്തിയാലും അംലം തുന്തിരുഹും, തങ്ങളവരോട് പ്രബോധനം നടത്തിയിട്ടില്ലെങ്കിലും ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കൂല. തങ്ങൾ പ്രബോധനം നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും വിശ്വസിക്കൂല. പിന്നെന്തിനായി പ്രബോധനം എന്നല്ലേ ചില ആളുകൾ ചോദിക്കാം. നമ്മൾ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല, പറയാതിരുന്നിട്ടും കാര്യമല്ല. നമ്മൾ സലാമത്താകാൻ നല്ലത് അല്ല, പറയണം എന്നായിട്ട് അർത്ഥം. കാര്യമില്ലെങ്കിലും പറയണം. എന്തായാലും കാര്യമുള്ളത് അവർ നന്നാകൂലെങ്കിലും നമ്മൾ പറയണം. പറയണം. നമ്മളെ ഉപദേശം അവർ സ്വീകരിക്കൂലെങ്കിലും പറയണം, പറയേണ്ടതുണ്ട്. മുൻകാലത്തുള്ള പ്രവാചകന്മാരോട് അവരുടെ അനുയായികൾ ചോദിച്ചില്ലേ, ലിമ തഅ്ലൂന ഖൗമ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ. നന്നാകൂലാൻ തീരുമാനിച്ചൊരു ടീമിനെ പിന്നെന്തിനാ നിങ്ങൾ വാല് പറഞ്ഞ് നന്നാക്കുന്നത്? അള്ളവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കടുത്ത ശിക്ഷക്ക് അല്ലാഹു വിധേയമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടീമിനോട് നിങ്ങൾ എന്തിനാ വാല് പറയുന്നത്? അമ്പിയാക്കളെ മറുപടി ഖാലൂ മാദിറതൻ ഇലാ റബ്ബികും വലഅല്ലഹും യത്തഖൂൻ. നാളെ പടച്ചറപ്പിന്റെ കോർട്ടിലെത്തുമ്പോ കാരണം ബോധിപ്പിക്കാനാണ്. ഉമ്മമാരെ പറഞ്ഞിട്ട് നന്നാകില്ല എന്നൊരവസ്ഥ വന്നാലും പറഞ്ഞേക്കണം. എന്തിനാണെന്നറിയോ? നമുക്കൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ ഖുർആൻ പറഞ്ഞത് തങ്ങൾക്ക് സമമാണ് എന്നല്ല പറഞ്ഞത്. റാസിമാവ് തങ്ങൾ വിശദീകരിച്ചു, അല്ലാഹു സവാഉൻ അലൈക എന്നല്ല പറഞ്ഞത്, സവാഉൻ അലൈഹിം, അവർക്ക് സമാധാ പറഞ്ഞേ. തങ്ങൾ പ്രബോധനം നടത്തുന്നത് തങ്ങൾക്ക് സമല്ല, അവർക്ക് സമാണ്. തങ്ങൾ പ്രബോധനം നടത്തിയാലില്ലെങ്കിലും അവരിങ്ങോട്ട് വരൂല. പക്ഷേ തങ്ങൾക്ക് സമമല്ല കേട്ടോ. തങ്ങൾക്ക് നേതൃപദവിയിൽ ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് ഖിയാമത്ത് നാളിൽ വെച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു ബാധ്യത തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊരു പ്രബോധനവും നടത്തിയിട്ടില്ല എന്ന് പറയാൻ അവർക്കൊരു ചാൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി തങ്ങൾ തുടർന്നേക്കണം നബിയേ. കാരണം അവര് വന്നിട്ടില്ലെങ്കിലും തങ്ങളെ പ്രബോധനം കൊണ്ട് തങ്ങൾക്ക് നേതൃപദവിയിൽ ഉന്നതമായ സ്ഥാനം കിട്ടുന്നുണ്ട്. ദുനിയാവിലും കിട്ടുന്നുണ്ട്, ആഖിറത്തിലും കിട്ടുന്നുണ്ട്. വസബബുൻ ഫീ സിയാദത്തി സിയാദതിഹി ആജിലൻ വസആദതിഹി ആജിലാ. ദുനിയാവിൽ അങ്ങയുടെ നേതൃപദവി ഉയരാൻ അതൊരു കാരണമാണ്. കാരണം എത്ര കേൾക്കാത്ത ആളോടും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. വല്ലാത്ത സഹനമുള്ള നേതാവാണ്.
അതുകൊണ്ടല്ലേ ഒരു തെളിവ് ചോദിച്ചിട്ട് വിശ്വസിക്കാത്ത ആളോട് രണ്ടാമതും തെളിവ് ചോദിച്ചു വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി നിനക്ക് തെളിവ് പറഞ്ഞു തരൂല എന്ന് പറയാറില്ല, വീണ്ടും തെളിവ് പറഞ്ഞു കൊടുക്കുന്നു. അതേ, ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തതിന് ശേഷം എത്ര തെളിവുകളാണ് അവരാവശ്യപ്പെട്ടത്, അവർക്ക് വേണ്ട തെളിവുകളൊക്കെ കൊടുത്തിട്ടില്ലേ? എന്നാലും നബിയെ, അങ്ങേക്ക് ആഖിറത്തിൽ വിജയം ഉയരാനതൊരു കാരണമാണ്, അങ്ങയുടെ സ്ഥാനം ഉയരാനതൊരു കാരണമാണ്. അതുകൊണ്ട് പ്രബോധന മേഖലയിലുള്ള പ്രവർത്തകന്മാരെ, ഒരാളോട് ഒരു ഉപദേശം നടത്തിയിട്ട് അയാളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിർത്തിക്കൂടാ. എപ്പോഴാണ് കേൾക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷേ നമ്മുടെ ഉപദേശം അയാൾക്ക് സ്വീകരിക്കാൻ തോന്നിയത് എല്ലാ വിഷയങ്ങളിൽ നിന്നും അയാൾ രാജിയായി എന്നൊരു തോന്നുന്ന സമയം വീണ്ടും നമ്മുടെ ഉപദേശം വന്നപ്പോൾ അയാൾക്ക് തോന്നി 10 കൊല്ലമായല്ലോ ഇയാൾ എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയിട്ട്. അയാൾ ഉപദേശിച്ച് എത്രയോ വലിയ സ്ഥാനങ്ങൾ അയാൾക്ക് കിട്ടിപ്പോയി. ഇപ്പോഴെങ്കിലും ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നൊരു വേള തോന്നിയാലോ പിറകോട്ട് പോകാൻ പാടില്ല. അങ്ങനെയാ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കാറുള്ളത്. അവര് നന്നാകാൻ വേണ്ടിയിട്ട് ഒരു വട്ടം അവരോട് പറഞ്ഞു, അവരത് കേൾക്കുന്നില്ല. എന്നാ വീണ്ടും പറയണം. അതുകൊണ്ടല്ലേ ചില ആൾക്കാർ പറയും, നമ്മളെ കുടുംബക്കാരൊക്കെ വല്ലാതെ അങ്ങനെ സേവിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ, നമ്മൾ അവരോട് അങ്ങോട്ട് സ്നേഹം പുലർത്തുക എന്നല്ലാതെ ഇങ്ങോട്ട് ഒരു ഗുണം അവരെ കൊണ്ട് കിട്ടില്ല. അതുകൊണ്ട് ചില ആൾക്കാർ മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങോട്ടൊന്നും ചെയ്യണ്ടെന്നാ. അങ്ങനല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നൊരു സഹാബി പറഞ്ഞു, നബി ഇന്നലി ഖറാബ, എനിക്ക് ഒരു ബന്ധുക്കളുണ്ട്. എന്താ അവരുടെ സ്വഭാവം? അസിലുഹും, ഞാൻ അങ്ങോട്ട് നല്ല ബന്ധം പുലർത്തും. ഏത് വിഷയത്തിലും ഞാൻ അവരോട് അഭിപ്രായം ചോദിക്കും. എന്ത് വിഷയം ഉണ്ടായാലും അവരങ്ങോട്ട് ക്ഷണിക്കും. ഏത് സദ്യക്ക് അവർ വിളിച്ചാലും ഞാൻ അങ്ങോട്ട് ചെല്ലും. പക്ഷേ യഖ്തഊനി, അവരെന്നോട് എപ്പോഴും ബന്ധവിച്ഛേദനാണ്. ഇങ്ങോട്ടൊരു പരിപാടി അതില്ല. നമ്മൾ രോഗിയായി കിടന്ന് അങ്ങേയറ്റം വിഷമിച്ചാലും ഒരു പരിപാടി. അവര് രോഗിയായി കിടന്നപ്പോ ഒരു മാസം പോലും നമ്മളവിടെ പോയി നിൽക്കാന്ന് അവർ വിളിച്ചപ്പോഴേക്ക് നമ്മൾ പോയി. പകരം കൂലിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ കുടുംബമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പോയി നോക്കി. സഹായം വല്ലതും വേണമെന്ന് വെച്ചപ്പോൾ മിണ്ടാതിരുന്നപ്പോ നമുക്ക് തോന്നി എന്തോ കൊടുത്താൽ തെറ്റില്ല, നമ്മൾ പൈസ കൊടുത്ത്. നമ്മളിവിടെ രോഗിയായി കിടന്നിട്ട് എല്ലാ പണവും തീർന്നിട്ടും ഒന്ന് വന്നു നോക്കുക പോലും ചെയ്തില്ല എന്ന് കരുതിയിട്ട് പിന്തിരിയരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, നാളെ മുതൽ ആ കുടുംബത്തിലേക്ക് നീ പോകരുത് എന്നല്ല, അവരോട് ബന്ധം ചേർക്കരുത് എന്നല്ല. ലൈൻ കുന്ത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുൽ മല്ലാ, നിങ്ങൾ ഈ പറയും പോലെയാണ് നിങ്ങളെ ജീവിതമെങ്കിൽ, നിങ്ങൾ വൺവേയല്ലേ ഇപ്പൊ പറഞ്ഞത്, അങ്ങോട്ടെല്ലാ ബന്ധവും ഉണ്ട്, ഇങ്ങോട്ട് ബന്ധമില്ല. അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ തളരൂല കേട്ടോ, നിങ്ങൾ കുഴങ്ങിപ്പോകൂല, പരാജയപ്പെട്ടു പോകൂല. ഫകഅന്നമാ തുസിഫുഹുൽ മല്ലാ, നിങ്ങളവർക്ക് ചൂടുള്ള വെണ്ണീർ തൊള്ളയിൽ തിരുകി കൊടുത്തതുപോലെയാണ്. വെണ്ണീർ ഭക്ഷിക്കാൻ കഴിയൂല, തൊണ്ടയിൽ കെട്ടിപ്പോകും. അതിന് ചൂടുണ്ടായാൽ പിന്നെ പറയേണ്ടതുണ്ടോ? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നിങ്ങളെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കൂല. തൊള്ളയിലേക്ക് ചൂടുള്ള വെണ്ണീർ കൊടുത്തിട്ട് അവരെ അടക്കി നിർത്തിയതുപോലെയാണ് നിങ്ങളെ ബന്ധം. കാരണം നിങ്ങളെപ്പറ്റി എതിർക്കാനോ നിങ്ങളെ തുരത്താനോ നിങ്ങളെ തകർക്കാനോ അവർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞതിന് ശേഷം തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു, വലാ യസാലു മഅക മിനല്ലാഹി ദഹീർ, ഞാൻ റബ്ബേ എത്ര പണം ചെലവഴിച്ചു, 5 മക്കളെ കല്യാണത്തിനും ഞാൻ പോയി കൊടുത്തു, രോഗികൾക്ക് ഞാൻ ട്രീറ്റ്മെന്റിന് പണം കൊടുത്തു, മരിച്ചപ്പോൾ അതിന്റെ എല്ലാ തജ്ഹീസിലും സംബന്ധിച്ചു. പക്ഷേ എന്റെ ബാപ്പ മരിച്ചിട്ട്, എന്റെ ഉമ്മ മരിച്ചിട്ട്, എന്റെ ചെറിയ മകനൊന്ന് മരിച്ചിട്ട് ഒരു സാന്ത്വനത്തിന്റെ വാക്ക് പറയാൻ പോലും, ഒന്ന് അനുശോചനം രേഖപ്പെടുത്താൻ പോലും അവര് വന്നില്ലല്ലോ എന്ന നിലക്ക് മനസ്സിലൊരു ടെൻഷൻ വേണ്ട. വലാ യസാലു മഅക മിനല്ലാഹി ദഹീർ, അല്ലാഹുവിൽ നിന്നൊരു സെപ്പറേറ്റ് സഹായി നിങ്ങളോടുകൂടെ സദാ ഉണ്ട്.
ഒരു മലക്കിന്റെ സഹായം എപ്പോഴും ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രേഖപ്പെടുത്തുന്നു, തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തിനാ ഞാൻ ഈ വിഷയം പറഞ്ഞത്? നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ തോന്നിപ്പോകും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്നത് വെളിവാകലപ്പാന്ന് പറയുന്നത്. കല്യാണത്തിന് വിളിക്കാൻ ആരാ വിളിക്കുന്നത്? അമ്മോനെ മോളെ കല്യാണത്തിന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം തുടങ്ങി തരിക നമ്മുടെ സഹോദരിമാരാണ്. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായമാണ്. സഹോദരിമാര് കല്യാണത്തിന് പോകാൻ പാടില്ല, കുഞ്ഞോടെ കല്യാണത്തിന് അവർ വന്നിട്ടില്ല, കുഞ്ഞോന്റെ കല്യാണത്തിന് വന്നിട്ടില്ല, ഇപ്പൊ കഴിഞ്ഞ മാസമല്ലേ മറ്റാളെ കല്യാണം, അതിനവർ വന്നിട്ട് നമ്മളെന്തിനാ പോകുന്നത്? അങ്ങനല്ല. അങ്ങനെയാണ് പെട്ടെന്ന് വരിക. എന്റെ സഹോദരിമാരെ അവരെ നമ്മൾ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അവർ തുറന്നുകൊണ്ട് തരിക. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയല്ല വേണ്ടത്. പിന്നെ അങ്ങനെയുള്ള ഒരു ബന്ധമുള്ള ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതിപ്പെട്ടപ്പോൾ തങ്ങൾ നാളെ മുതൽ അങ്ങോട്ട് പോകാൻ പാടില്ല, ആ പടി ചവിട്ടാൻ പാടില്ല, അവർ മരിച്ചാൽ നിങ്ങൾ പോകാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആ ബന്ധത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. കാരണം നിങ്ങൾ വിജയിച്ച ആളാണ്, നിങ്ങളെല്ലാം കൊണ്ടും വിജയിച്ച ആളാണ്. നിങ്ങൾ ഇന്ന് നിൽക്കുന്നതുകൊണ്ട് അവരെന്തെങ്കിലും വന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനൊന്നും തോന്നണ്ട. അള്ളാഹുവിൽ നിന്നൊരു സെപ്പറേറ്റ് സഹായി. ഞാൻ എന്റെ വക പറയല്ല, സർവ്വ മുഹദ്ദിസീങ്ങളും ഹദീസ് വിശദീകരിച്ചു. ഐ മലക്കും മിനൽ മലായിക, മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് സദാസമയത്തും നിങ്ങളെ കൂടെ സഹായത്തിനുണ്ടാകും. കാരണം നിങ്ങൾ സഹായത്തിന്റെ മേഖലയിലാണ്. പിന്നെ നിങ്ങളെ തകർക്കാൻ പറ്റുമോ? നിങ്ങളെ തുരത്താൻ പറ്റുമോ? സാധിക്കുകയില്ല. അതുകൊണ്ട് സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അവര് വിശ്വസിക്കൂല നബിയേ. അതുകൊണ്ട് തങ്ങളെ നിർത്തിപ്പോകണ്ട. അവർക്കാണത് തുല്യമെന്ന് പറഞ്ഞ് തങ്ങൾക്കല്ല. പക്ഷേ പ്രബോധന രംഗത്ത് തങ്ങൾ സജീവമായാൽ വലിയ ഫലം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാന്നറിയോ? ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. സദസ്സിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വാത് കേട്ടിട്ട് നമ്മൾ പ്രയോജിതരായിട്ടുണ്ടോ എന്ന് സൂറത്ത് യാസീനിലെ അതാ 11ാമത്തെ ആയത്തിലൂടെ നമുക്ക് തിരിയണം. അള്ളാഹു പറയുന്നു, വാത് കേട്ടിട്ട് ഫലം വരുന്നത്, ഖുർആനിന്റെ ഉപദേശം കേട്ടിട്ട് ഫലം വരുന്നത് ആർക്കാ? ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അതേ പറഞ്ഞ ഉപദേശം സ്വീകരിച്ച് അദൃശ്യരംഗത്തും റഹ്മാനായ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവർ തങ്ങൾ ഉപദേശിക്കുമ്പോ ഫലമുള്ളവരാണ് നബിയേ. വാത് കേട്ടിട്ട് പോയിട്ട് പിന്നെയും പഴയ തോന്നിവാസത്തിലേക്ക് പോകുന്നില്ല. ചെയ്യുന്ന ഹറാമ് തിരുത്താൻ വേണ്ടി ഒരു ഉപദേശം കേട്ടിട്ട് അതയാൾ വേറെന്തോ കാര്യത്തിന് വേണ്ടി പറഞ്ഞതാണ്, എന്നെ പറ്റിയല്ല, അത് ഉമ്മത്തിനെ പറ്റിയാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന സ്വഭാവമല്ല. എത്ര കാലമായി വാത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ, വലിയ ഉത്ബോധനമാകുന്ന വിശുദ്ധ ഖുർആൻ അത് പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകളോട് തങ്ങൾ പ്രബോധനം നടത്തേണ്ടതുണ്ട്. ആ പ്രബോധനം ഫലപ്രദമാണ്. അപ്പൊ യാസീൻ സൂറത്തിന്റെ തുടക്കത്തിൽ നബി തങ്ങളെ അയച്ചത്, ഖുർആൻ അവതരിച്ചത്, ആദ്യം പറഞ്ഞത് എന്തിനാണ്? ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അതേ ഉപദേശിക്കുന്ന നബിമാരിയെത്താത്ത, പിതാക്കന്മാർക്ക് പോലും വന്നിട്ടില്ലാത്ത വലിയ അന്ധകാര നിബിഡമായ ജീവിതം നയിക്കുന്ന ജനതയോട് പ്രബോധനം നടത്താൻ പറഞ്ഞില്ലേ? അത് മൊത്തത്തിലാണ്. മൊത്തത്തിലാദ്യം തങ്ങളെല്ലാരോടും പറയണം. അങ്ങനെയാണല്ലോ. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞാളുകളെ കിട്ടും. അവരാരാ? മനിത്തബഅ الذിക്റ. പ്രബോധനം എല്ലാവരോടും നടത്തണം, എല്ലാവരോടും വാത് പറയണം. പക്ഷേ പിന്നെ സെപ്പറേറ്റ് ഒരു വിഭാഗത്തെ തങ്ങൾക്ക് കിട്ടും. അവരോട് നന്നായി പിന്നീട് വേറെ ഉപദേശിക്കണം. അവരോട് പറയുന്ന ഏതുപദേശവും ഫലവത്താണ്, ഒന്നും തന്നെ വെറുതെ ആയി പോകൂല. എന്താണ് അവരെ സ്വഭാവം? രണ്ടെണ്ണമാണ്. ഒന്ന് മനിത്തബഅ الذിക്റ, ഖുർആൻ അവർ പിൻപറ്റി ജീവിക്കുന്നു.
സ്വീകരിക്കുന്നു, അഥവാ ഹദീസിന്റെ ആശയങ്ങൾ സ്വീകരിക്കുന്നു, അയിമ്മത്തുൽ അർബഅ അംഗീകരിക്കുന്നു, ഇമാമിങ്ങളെ അംഗീകരിക്കുന്നു, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ സ്വീകരിക്കുന്നു. ഖുർആനങ്ങ് നോക്കിയിട്ട് ഒരു നിയമം കണ്ടെത്തുന്നു എന്നല്ല. ആ ഖുർആൻ ഇത്തിബാ ചെയ്യണമെങ്കിൽ ഖുർആനിലുള്ള വിഷയങ്ങളും അതിന്റെ വിശദീകരണമായ ഹദീസിലുള്ള വിശദീകരണങ്ങളും സ്വഹാബത്തിന്റെ വാക്ക് പ്രവർത്തി മൗനാനുവാദങ്ങളും ഇതൊക്കെ ക്രോഡീകരിച്ച് മുസ്ലിം ഉമ്മത്തിന് സമർപ്പിച്ച മഹാരഥന്മാരായ ഇമ്മത്തുൽ അർബഅ അവരെ പിൻപറ്റി ജീവിക്കുന്നവരാണോ അവർക്ക് പ്രബോധനം ഫലം ചെയ്യുന്നതാണ്. മറ്റൊരു സ്വഭാവം കൂടി അവർക്കുണ്ട്. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിനെ അവർ കണ്ടിട്ടില്ല, നരകം അവർ കണ്ടിട്ടില്ല, സ്വർഗം അവർ കണ്ടിട്ടില്ല, ഹിസാബും മീസാനും അവർ കണ്ടിട്ടില്ല, സിറാത്ത് പാലം കണ്ടിട്ടില്ല. പക്ഷേ കാണാതെ തന്നെ ഇവയെക്കുറിച്ച് വലിയ പേടിയുള്ളവരാണ്. റബ്ബ് റഹ്മാൻ എന്നല്ലേ അവിടെ പറഞ്ഞത്? വഖശിയർ റഹ്മാൻ. നമ്മൾ ഈ കളി മുഴുവനും കളിക്കുന്നത് നിയമം വിട്ട് പറഞ്ഞിട്ടും അല്ലാഹു ഒന്നും ചെയ്യാത്തത് അവൻ റഹ്മാനായത് കൊണ്ടാണ്. അല്ലാഹ് റഹ്മാനാകലോടുകൂടെ തന്നെ ബിൽ ഗൈബി, അല്ലാഹുവിനെ കണ്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല, ഖിയാമത്ത് നാൾ കണ്ടിട്ടില്ല. കാണാതെ തന്നെ അത് വിശ്വസിക്കുന്നവരാ. മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞു വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, റബ്ബിനെ പേടിക്കുന്നത് നാക്കിലും വാക്കിലും മാത്രമല്ല, ബിൽ ഗൈബി മറഞ്ഞു കിടക്കുന്നൊരു അവയവമുണ്ട്. ടോർച്ചടിച്ചാല് കാണാത്തതാണ്, കണ്ണിന് മൂർച്ചയുള്ളവര് നോക്കിയാൽ കാണുന്നതാണ്. അതാണല്ലോ ഖൽബ്. അപ്പൊ ഗൈബ് കൊണ്ട് അല്ലാഹനെ പേടിച്ചു എന്ന് പറഞ്ഞാല് മറഞ്ഞു കിടക്കുന്ന ഖൽബിൽ റബ്ബിനെ കുറിച്ച് യഥാർത്ഥ പേടിയുണ്ട്. വാക്കിൽ മാത്രമല്ല. എന്താണ് ആ പേടിയുടെ ലക്ഷണം? മഹാന്മാര് വിശദീകരിച്ചു. അതാദ്യം പറഞ്ഞതാണ്. പേടി കൊണ്ടാണ് ഖുർആൻ സ്വീകരിച്ച് നടക്കുന്നത്. പേടിയുള്ളത് കൊണ്ടാണ് ഖുർആനിന്റെ മാർഗരേഖയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്തത്. അതേ പേടിയുണ്ടായത് കൊണ്ടാണ് ഹറാം കയ്യെത്തുന്ന ദൂരത്തുണ്ടായിട്ടും അത് ചെയ്യാത്തത്. സിഗ്നൽ കൊടുത്താൽ, മെസ്സേജ് കൊടുത്താൽ, ബട്ടണമർത്തിയാൽ ദൂരത്തേക്കൊന്നും നടന്നു പോകണ്ട. ഇഷ്ടം പോലെ ഹറാമുകൾ സ്വീകരിക്കാൻ സൗകര്യമുള്ള കാലമാണ്. പക്ഷേ നീ റബ്ബിനെ പേടിയുള്ളവനാണോ? ഖുർആൻ പിന്തുടർന്ന് ജീവിക്കുന്നു എന്നത് അതിന്റെ ഒരു തെളിവാണ്, വ്യക്തമായ രേഖയാണ്. കാരണം ആ ഖുർആനാണല്ലോ അന്യപെണ്ണുങ്ങളെ കാണുമ്പോ കണ്ണു ചിമ്മാൻ പറഞ്ഞത്. അതേ ആ ഖുർആനാണല്ലോ ആരൊക്കെയാണ് അന്യപെണ്ണുങ്ങൾ, ആരൊക്കെയാണ് സംസാരിക്കാൻ പറ്റിയ സഹോദരിമാര്, ആരൊക്കെയാണ് സമ്പർക്കത്തിന് പറ്റിയവര് എന്ന് വ്യക്തമായി വിശദീകരിച്ചു തന്നത് ഖുർആനല്ലേ. ആ ഖുർആനിലൂടെയല്ലേ നിയമങ്ങൾ പഠിപ്പിച്ചു തന്നത്. കണ്ണുകുടിയുടെ ദൂഷ്യഫലങ്ങൾ ഖുർആനിലൂടെ അല്ലാഹുവല്ലേ പറഞ്ഞു തന്നത്. ചൂതാട്ടത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഖുർആനിലൂടെ റബ്ബല്ലേ പറഞ്ഞു തന്നത്. ആ പറഞ്ഞു തന്നത് ഹൈജാക്ക് ചെയ്യാതെ അതിന്റെ പിന്നിലായി ജീവിക്കുന്നു എന്നത് റഹ്മാനായ റബ്ബിനെ പേടിയുണ്ട് എന്നതിന്റെ പ്രകടമായ ലക്ഷണമാണ്. അങ്ങനെ പേടിയോടെ ജീവിക്കുന്ന ആളുകൾക്ക് ഫബശ്ശിറൂ ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഉസ്താദേ, ഇവിടെ എല്ലാം പരിധിയുള്ളതാണല്ലോ, പരിമിതമാണല്ലോ. അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഇവിടെ തൊടാൻ പറ്റില്ല, അവിടെ പിടിക്കാൻ പറ്റില്ല, അത് കുടിക്കാൻ പറ്റില്ല, ഇത് ഭുജിക്കാൻ പറ്റില്ല. സദാസമയത്തും ലിമിറ്റാണല്ലോ നമുക്കുള്ളത്. പിന്നെന്തൊരു സന്തോഷ നമുക്കുള്ളത്. അതേ റബ്ബിനെ പേടിച്ചങ്ങനെ കഴിയുമ്പോ ഫബശ്ശിർഹു, അവന് തങ്ങള് സന്തോഷ വാർത്ത അറിയിക്കണം. ബിമഗ്ഫിറ, അല്ലാഹുവിന്റെ പാപമോചനമുണ്ട്. അതേ പാപങ്ങളൊക്കെ അല്ലാഹു നിന്റെ ആ പേടി കാരണം പുറത്തു തന്ന് നിന്നെ റബ്ബങ്ങ് സ്വീകരിക്കുന്നു. അപ്പൊ നീ ആഖിറത്തിലെത്തുമ്പോ നിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തന്നെ.
നീ ഹൗദിന്റെ സമീപത്തും മീസാനിന്റെ സമീപത്തും കിതാബിന്റെ സമീപത്തും മറ്റുള്ള ആളുകൾ കരഞ്ഞ കണ്ണുമായി നിൽക്കുമ്പോ സന്തുഷ്ടനായി നീ പറയുന്നത് ഹാഉ മുഖ്റഉ കിതാബിയാ, ആരും വായിക്കാൻ വന്നിട്ടല്ല, എല്ലാവരും വന്നോളൂ, എന്റെ കിതാബ് വായിച്ചോളൂ, ഇതിലൊരു വീക്ക്നെസ് ഇല്ല. ഇന്നി വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയാ, ഈ വിചാരണ വരാനുണ്ടെന്ന ബോധത്തോടെ ജീവിച്ചവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം ലിമിറ്റാക്കിയത്. അയഞ്ഞാടാ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. നിയമങ്ങൾ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ നിന്ന് അല്ലാഹുവിനെ പേടിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. സന്തോഷത്തോടെ കിതാബ് കിട്ടിയിട്ട് SSLCയിൽ മുഴുവനും A+ കിട്ടിയ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് കിട്ടിയ വിവരം ബാപ്പയോട് പറയാൻ ഉമ്മയോട് പറയാൻ സന്തോഷത്തോടെ ഓടി വരുമ്പോലെ അതാ വലങ്കയിൽ കിതാബ് കിട്ടിയിട്ട് കുടുംബക്കാരെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ. എവിടെയാണ് എന്റെ കുടുംബക്കാര്? അവരോടൊക്കെ ഒന്ന് പറയണം, വലിയ സമ്മാനം കിട്ടിപ്പോയി. وأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. ബാപ്പാനെ അന്വേഷിച്ച് ഉമ്മാനെ അന്വേഷിച്ച് ഉമ്മാ എന്റെ കിതാബ് വലങ്കയിലാ കിട്ടിയത്, നിങ്ങൾക്കോ? നിങ്ങളെ മാർക്ക് എങ്ങനെയാ? നിങ്ങളെ വിജയം എങ്ങനെയാ? ഇത് സന്തോഷത്തോടെ പറയാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോ അതാ മോനെ പറയുന്നത് ഫബശ്ശിരുഹു ബിമഗ്ഫിറ. റഹ്മാനായ റബ്ബിനെ കാണാതെ പേടിച്ച് ജീവിച്ച് ഖുർആനിന്റെ വാചകങ്ങളും വചനങ്ങളും അധ്യാപനങ്ങളും പ്രഖ്യാപനങ്ങളും അതിന്റെ അതിർവരമ്പിനുള്ളിൽ ഒതുങ്ങി ജീവിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്നത് മഗ്ഫിറത്താണ്. അത് ചെറിയ സ്ഥാനമല്ല, വലിയ സ്ഥാനമാണ്. അതുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയ മഹാന്മാരെ പലരും കണ്ടിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ വാർത്ത? അല്ല എനിക്ക് പുറത്തു തന്നു, അല്ല എനിക്ക് വിട്ടു തന്നു, അല്ല എനിക്ക് മഗ്ഫിറത്ത് നൽകി എന്ന് പറഞ്ഞവര് ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, 100 അല്ല, 250 ചില്ലാനം ആളുകളെ ചെറിയ കിതാബുകൾ തന്നെ പരതിയാ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തൊരു സന്തോഷം എന്താണെന്നറിയോ? വാജിരിൻ കരീം. അതേ ഏറ്റവും വലിയ ബഹുമാനമുള്ള പ്രതിഫലം. ദുനിയാവിൽ എത്ര പ്രതിഫലം കൊടുത്താലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്, പോരായ്മയുണ്ട്. അതേ അതിന് നുക്സാനിയത്തുണ്ട്, അയവുണ്ട്. ആഖിറത്തിൽ കിട്ടുന്ന കൂലിയുണ്ടല്ലോ, അത് മാനമായ കൂലിയാണ്. പോരാതെ ആരും പറയൂല, എനിക്ക് തീരെ കിട്ടിയില്ലെന്ന് ആരും പറയൂല. കിട്ടി റബ്ബേ, ധാരാളം തന്നൂന്നേ എല്ലാരും പറയുള്ളൂ. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആള് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അയാൾ സ്വർഗത്തെ അല്ലാഹു തആല ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുമ്പോൾ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിനോട് പറയും, പഠിച്ചവനെ ഒന്ന് കുറച്ചൊന്ന് അടുപ്പിച്ച് നിർത്തി തരണം. അപ്പൊ അല്ലാഹു തആല ചോദിക്കും, ഞാൻ അടുപ്പിച്ച് നിർത്തി തരാം, പക്ഷെ വേറെ ഒന്നും ചോദിക്കാൻ പാടില്ല. ഇല്ല റബ്ബേ, ഒന്ന് അടുത്ത് നിന്നാൽ എനിക്ക് സന്തോഷം. അപ്പൊ അല്ലാഹു തആല ആയിക്കോട്ടെ, ഏതായാലും ചോദിച്ചിരുന്ന അടുത്ത് നിർത്തി കൊടുക്കും. ഇങ്ങനെ നോക്കിയിട്ട് പറയും, പഠിച്ചവനെ ഒന്ന് അതിന്റെ ഉള്ളിലേക്കൊന്ന് കയറിയാൻ കുഴപ്പമില്ലായിരുന്നു. സ്വർഗത്തിലേക്ക് അവസാനം ജഹന്നം കാലിയാകുന്ന സമയത്ത് നരകത്തിൽ നിന്ന് വരുന്ന അവസാനത്തെ മെമ്പറാണ് ഒന്നതിന്റെ ഉള്ളിൽ. അപ്പൊ നേരത്തെ ഇനിയൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞത്, പക്ഷേ ഈ അനുഗ്രഹങ്ങളൊക്കെ കണ്ടപ്പോ ചോദിക്കൂല എന്ന് പറഞ്ഞ് മറന്നുപോയി. അവിടെ പിന്നെ കരാർ മുറിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ, അങ്ങനത്തെ ഒരു ലോകമാണല്ലോ, തെക്കിലീഫിന്റെ ലോകമല്ലല്ലോ. ഇക്കട്ടെ, ഞാൻ പരത്തി പറയുന്നില്ല. അപ്പൊ ഒന്ന് കളത്തിട്ടുണ്ട് വിലക്ക് ഉള്ളിലേക്ക് പറഞ്ഞു, പഠിച്ചതാകെ നിറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു സൗകര്യങ്ങളും എനിക്ക് മാത്രമായിട്ടില്ലല്ലോ. ഉണ്ട്, എല്ലാവർക്കും ഉള്ളതുപോലെ നിങ്ങൾക്കും സൗകര്യമുണ്ട്.
അല്ലാഹു അവന്റെ സൗകര്യം അജ്റുൻ കരീം, മാന്യമായ കൂലി അങ്ങ് കൊടുക്കുമ്പോ, സെപ്പറേറ്റ് എയർ കണ്ടീഷൻ റൂമുകൾ കൊടുക്കുമ്പോ, നല്ല 1-ാം നമ്പർ ചാരുകസേര കൊടുക്കുമ്പോ, അതിവിടെ പോലെ ഇരുന്നിട്ട് ഊരവേദനയാകുന്നതല്ല. വനമാരിക്കു മസ്ഫൂഫാ, അടുക്കടുക്കാക്കി വെച്ച ഫർണിച്ചറിൽ മേത്തരം വിലയിലുള്ള സുന്ദരമായ തലയിണയാണ്. ഒന്ന് ചാരിയാൽ മറ്റേതടുത്ത് വരുന്നു, അതിലേക്ക് ചാരിയാൽ മറ്റേതടുത്ത് വരുന്നു, തലഭാഗം വരെ ഓരോന്നും അടുത്തടുത്ത് വരികയാണ്. അങ്ങനെ സൊഫാക്കി വെച്ചിരിക്കുന്ന തലയിണകള്, അത് സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ അവസാനം ആ മുസ്ലിം പറയുന്നത് റളീതു ബില്ലാഹി റബ്ബാ, ഞാൻ പൊരുത്തപ്പെട്ടു റബ്ബേ. ദുനിയാവിൽ എത്ര കൂലി കിട്ടിയാലും മതി എന്ന് പറയാൻ തോന്നൂല. പക്ഷേ വാജുറും കരീം, ഏറ്റവും മാനമായ കൂലി, ഏറ്റവും ബഹുമാനമുള്ള കൂലി. ഒരു സ്ഥലത്തും എന്നെ കുറവാക്കിയെന്ന് അവിടെ പറയൂല, ഒരു സ്ഥലത്തും എന്നെ കളവാക്കിയെന്ന് പറയൂല, എന്നെ തരം താഴ്ത്തിയെന്ന് പറയൂല, എന്നെ മോശമായി നോക്കിയെന്ന് പറയൂല, എന്നോട് വളരെ മോശമായി പെരുമാറിയെന്ന് പറയൂല. കാരണം അവിടെയുള്ള സേവകന്മാര്, അവിടെയുള്ള പരിപാലകന്മാർ, അവിടെ ഖിദ്മത്തൊടുക്കുന്ന ഹൂറുല്ലീങ്ങൾ, ചെറിയ ചെറിയ കുട്ടികളടക്കം നല്ല സ്വഭാവമുള്ളവരാ, ഭംഗി പോകാത്തവരാ, സ്വഭാവത്തിൽ തികഞ്ഞവരാണ്. അപ്പൊ ഏറ്റവും മാനമായ കൂലി അത് ആഖിറത്തിൽ അല്ലാഹു വെച്ചിട്ടുള്ള കൂലിയാ. അതിനെന്താ ഇനി ചെയ്യേണ്ടത് എന്നറിയോ? ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ആരൊക്കെയാണ് പ്രബോധനം സ്വീകരിക്കാൻ പക്വതയുള്ളത്, ആരെ മനസ്സിനാണ് അതിന് ഉണർവുള്ളത് എന്ന് നമുക്കാണല്ലോ തിരിയുക. അല്ലാഹു പറയുന്നു, തങ്ങൾ പ്രബോധനം നടത്തിക്കോളൂ, അത് ഫലം കൊയ്യുന്ന ആൾക്കുള്ള മഹത്വങ്ങളും പറഞ്ഞു. ഇന്നാ നഹ്നു നുഹീൽ മൗതാ, മരവിച്ചുപോയ മനസ്സുകളെ സജീവമാക്കുന്നവൻ നമ്മളാണ് നബിയേ. തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട പ്രബോധന മേഖല തുടരണം. അതിന് സഹായകമായി ചരമമടഞ്ഞുപോയ മനസ്സ്, അതാണ് അവിടെ ഉദ്ദേശമെന്ന് ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബഅസുഹും ബഅദ മമാതിഹിം, മരണത്തിന് ശേഷം നമ്മൾ അവരെ പുനർജീവിപ്പിക്കുമ്പോഴാണ് ഈ മാന്യമായ കൂലി കൊടുക്കുന്നത്. എപ്പോഴാണ് ആ കൂലി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമാണ് 2-ാമത്തെ ആയത്ത്, ഇന്നാ നഹ്നു നുഹീൽ മൗതാ, മരിച്ചവരെ മുഴുവനും നമ്മൾ ഹയാത്താക്കും. ആ ഹയാത്താക്കും അവർക്ക് കൊടുക്കാനുള്ള കൂലി കൊടുക്കും. പക്ഷേ എത്ര കിട്ടാനുണ്ട്, എത്ര തരാനുണ്ട് എന്ന് അവകാശവാദവുമായി വരണ്ട. വനക്തുബു മാ ഖദ്ദമൂ, അവരെന്തെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്, എന്തെല്ലാം മാതൃകയാക്കി വെച്ചിട്ടുണ്ട്, എന്തെല്ലാം മുന്നോട്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്ന് കറക്റ്റായി നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വആസാറഹും, അവർ ജീവിച്ചെത്തിച്ചതിന് തെളിവായി ഇവിടെ വെച്ചുപോയത്, ദീനിന് തെളിവായി വിട്ടുപോയത്, അള്ളാഹുവിന്റെ ദീനിന് തെളിവായി അവർ പുനർജീവിപ്പിച്ചു പോയത് എന്തൊക്കെയാണെന്ന് ഞാൻ തഫ്സീർ വായിക്കാം. അതൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫീ ഇമാമിൻ, വളരെ ബഹുമാനമുള്ള ഒരു ഇമാം, അനുധാവനം ചെയ്യപ്പെടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥമുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും സ്പഷ്ടമാക്കി ലോകത്ത് വിവരിച്ചു തരുന്നത് ആ ഗ്രന്ഥമാണ്, അഥവാ ലൗഹുൽ മഹ്ഫൂസ്. ആ ലൗഹുൽ മഹ്ഫൂസിനെ പറ്റിയാണ് ഇമാം മുബീൻ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്? ചലനങ്ങൾ, അടയാളങ്ങൾ, നമ്മൾ സമർപ്പിച്ച സമർപ്പണങ്ങൾ എല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നതുണ്ട് എന്ന് അവകാശം പറയാനൊന്നും അവിടെ കഴിയില്ല. അതൊക്കെ ഉള്ളത് പോലെ പറഞ്ഞു തരും. ഒന്നും നിങ്ങൾ അവകാശം പറഞ്ഞു വരേണ്ടതില്ല. ഖുർആൻ മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു, വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ്, സത്യം സത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന മൂലഗ്രന്ഥം നമ്മുടെ പക്കലുണ്ട്. അതിൽ നിങ്ങൾ എത്ര പ്രവർത്തിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു,
എന്തെല്ലാം അതിന് സ്രോതസ്സുകൾ നിങ്ങളുടെ പക്കലുണ്ടായിരുന്നു, എല്ലാം അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒന്നും കുറയൂല. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മാന്യമായ കൂലി കിട്ടാൻ നമ്മുടെ ഖൽബിനെ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. ഖൽബ് ചത്തുപോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മൗത എന്ന പ്രയോഗം പലയിടങ്ങളിലുമായി നബി തങ്ങൾ നടത്തിയിട്ടുണ്ട്. മനസ്സ് മരവിച്ചു പോകാൻ പാടില്ല. നുഹീ ഖുലൂബൻ മാതത് ബിൽ ഖസ്വാ, കടുത്ത സംസാരം കൊണ്ട്, കടുത്ത ഭാഷ കൊണ്ട്, കടുത്ത ചിന്ത കൊണ്ട് മനസ്സിന് ജീർണിച്ചു പോയ കൽബുകളുണ്ട്. ആ കൽബുകളെ നമ്മളാണ് സജീവമാക്കുന്നത്. എന്നും ഹദ്ദാദ് ചൊല്ലുന്ന ആളുകൾ ദ്വാരക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദ്വാ അതാണ്, യാ ഹയ്യു യാ ഖയ്യൂം അഹ്യിൽ ഖുലൂബ തഹ്യാ. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, ഖൽബിന് ഹയാത്ത് കൊടുക്കുന്നത് നീയാണല്ലോ. അഹ്യിൽ ഖുലൂബ തഹ്യാ, നീ ഖൽബുകൾക്ക് സജീവത തരണം. അതാണ് സത്യത്തിൽ സഹോദരന്മാരെ സജീവത. ബാക്കിയുള്ളൊക്കെ പ്രകടന പരതകളാണ്, അതിന് കാര്യമായി ഒന്നുമില്ല, പുറംപൂച്ചുകളാണ്. അതേ സമയത്ത് യഥാർത്ഥ സൗന്ദര്യം ഖൽബിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് അഹീൽ ഖുലൂബ തഹ്യാ, ഹയാത്താക്കേണ്ട രൂപത്തിൽ ഖൽബുകളെ നീ ഹയാത്താക്കണം. അല്ലെങ്കിൽ നീ ഖൽബുകൾക്ക് ഹയാത്ത് നൽകണം. അങ്ങനെ നീ ഹയാത്ത് നൽകുമ്പോ തഹ്യാ, ഖൽബുകൾ സജീവമാകുന്നു. അതേ രൂപത്തിൽ ഹയാത്ത് നൽകണമെന്ന് നമ്മൾ അല്ലാഹുവോട് ചോദിക്കുമ്പോ ഖൽബിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങൾ 4 എണ്ണമാണെന്നൊരു ഹദീസിൽ കാണാം. അർബഉൻ യുമിതിനൽ ഖൽബ, ശരിക്കും കേൾക്കണം. ഖൽബിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങൾ 4 എണ്ണമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അദ്ദംബു അലദ്ദംബ്, ഒരു ദോഷം ചെയ്തിട്ട് അത് പൊറുപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് മറ്റൊന്ന് ചെയ്യാം. വേറെ ഹദീസിൽ പറഞ്ഞൊരു മുഅ്മിൻ ഒരു ദോഷം ചെയ്താൽ അല്ലാഹു അവന്റെ ഖൽബിൽ ഒരു നുക്തത്തുൻ സൗദാ, ഒരു കറുത്ത പുള്ളി കുത്തും. അത് ആ പുള്ളി മായ്ക്കപ്പെടുന്നതിന്റെ മുമ്പ്, മായ്ക്കപ്പെടുന്നത് അവന്റെ അമലുകൾ കൊണ്ടായിരിക്കും, മായ്ക്കപ്പെടുന്നതിന്റെ മുമ്പ് രണ്ടാമതും ചെയ്താൽ ആ പുള്ളി ഒന്നുകൂടി വികസിക്കും. അതങ്ങനെ വികസിച്ച് വന്നാൽ പിന്നവന്റെ ഖൽബ് സീല് വെക്കപ്പെട്ട ഖൽബാകും, കസുവത്തുള്ള ഖൽബാകും. വഇന്ന അബ്അദൻ നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് ദൂരത്തായവൻ, ജനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്തായവൻ അൽ ഖൽബുൽ ഖാസി, കടുത്ത മനസ്കനാണ്. ആ കടുത്ത മനസ്സ് വരുന്നതിന്റെ ഒരു കാരണം, ഖൽബ് മരവിച്ചു പോകുന്നതിന്റെ ഒരു കാരണം അദ്ദംബു അലദ്ദംബി, ഒരു ദോഷം ചെയ്തിട്ട് തിരുത്തുന്നതിന്റെ മുമ്പ് രണ്ടാമതും ഒന്ന് വരുന്നു, പിന്നെയും വരുന്നു. ഓർക്കപ്പെടാതെ അങ്ങനെ പോവുകയാണെങ്കിൽ അത് മരവിച്ചു പോകും. രണ്ടാമത്തെ ഒരു കാര്യം വകസ്റത്തു മുസാഹബത്തിൻ നിസാഇ വഹദീസുഹുന്ന, ചെറുപ്പക്കാരെ ഈ സംസാരം നന്നായി ശ്രദ്ധിച്ചോളൂ. എന്റെ വകയല്ല ഹദീസാ പറയുന്നത്. ഉപ്പമാരെ നന്നായി ശ്രദ്ധിച്ചോളൂ. പ്രായമത്ര കഴിഞ്ഞാലും പൂതി മാറിയിട്ടില്ല. അന്യ സ്ത്രീകളോടുള്ള സംസാരവും സമ്പർക്കവുമാ. ഞാൻ എന്റെ വകയിൽ കെട്ടിക്കൊണ്ടുവന്നതല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോ ഇന്നത്ര സജീവമാണത് നിങ്ങൾ നോക്ക്. അതിനെത്ര സ്വാതന്ത്ര്യമാണ് ഇന്നത്തെ കാലത്ത്. ഞാൻ പരത്തി പറയുന്നില്ല, അതിനുവേണ്ടിയല്ലേ പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ, അവർ ഇറങ്ങണം, ഇറങ്ങിയാലേ നാട് നന്നാകൂ, ഇറങ്ങിയാലേ ജനങ്ങൾ നന്നാകൂ, ഇറങ്ങിയാലേ അവകാശങ്ങളൊക്കെ കിട്ടൂ. അതേ, കസ്റത്തു മുസാഹബത്തിൻ നിസാഇ വഹദീസുഹുന്ന, അന്യ സ്ത്രീകളോടുള്ള അധികരിച്ച സമ്പർക്കവും അവരോടുള്ള അധികരിച്ച സംസാരവും ഖൈറിന് വേണ്ടിയല്ല കേട്ടോ. ഒരു മസാല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഒന്ന് ദ്വാർപ്പിക്കാൻ വേണ്ടി. ഉസ്താദെ, ഞാനിങ്ങനെ നേർച്ചയാക്കിയിട്ട് നിങ്ങളൊന്ന് ദ്വാർക്കണം, അതൊക്കെ ഖൈറായ കാര്യമാണ്. അങ്ങനെ ഫോൺ വിളിച്ച് കത്തിലെഴുതിയിട്ട് പലരും വന്ന് പറയുന്നതുണ്ട്. അതേ, ഫത്വ ചോദിക്കാൻ വരുന്നതുണ്ട്. അതല്ല ഈ പറഞ്ഞത്. പിന്നെയോ, തന്റെ മനസ്സിൽ
നാവിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കിന്നാര വാർത്തകൾ മുഴുവനും കൊഞ്ചിക്കുഴിയുന്ന ഭാഷയിൽ പറഞ്ഞ് സ്വാധീനത്തിന്റെ വലയത്തിൽ വരുത്തുന്നവരില്ലേ? അതിനുവേണ്ടി നേരം കളയുന്നവരില്ലേ? പ്രായം ആ വിഷയത്തിൽ വ്യത്യാസമില്ലാതെയായിരിക്കുന്നു. അതേ ശരീരത്തിന് മറ്റുള്ളവർ കാണുമെന്ന മറ പൊളിഞ്ഞുപോയിരിക്കുന്നു. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരികളെ ഞാൻ പറയട്ടെ, അന്യപുരുഷന്മാര് ആ രൂപത്തിൽ വരുമ്പോ മാറിക്കളയണം. നമ്മളെ കൊണ്ടവരെ മനസ്സ് കടുത്തുകൂടാ എന്ന ഹൈറായ ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണം. ഞാനൊരു അന്യപുരുഷനോടും എന്റെ പഠന സ്ഥലത്ത് വെച്ച് കൂട്ടുകെട്ടിയിട്ട് അവന്റെ മുഴുവനും എന്റെ കൽബിൽ കുടിയിരുത്തിയിട്ട് ഞാൻ അവന്റെ മനസ്സ് ദുഷിപ്പിക്കണ്ട, അവന്റെ മനസ്സ് മരവിപ്പിക്കണ്ട എന്നല്ലേ തീരുമാനിക്കേണ്ടത്. ഇരിക്കട്ടെ, മൂന്നാമത്തെ കാര്യം വിഡ്ഢികളായ ആളുകളോട് തർക്കിക്കുക. മരുവിന്റെ സന്ദേശമൊക്കെ അങ്ങാടി ഇറങ്ങിയ കാണുന്നതാണ് തൊള്ളത്തല്ല്. എന്തിന്? എന്തോ ഒരു പരിപാടി, രാഷ്ട്രീയ പരിപാടിയെ മറ്റൊപ്പടുത്ത് നടന്നിട്ടുണ്ട്, അതിന് തല്ല, തൊള്ളത്തല്ല് എന്നാണ് തല്ല. ഞാൻ പറഞ്ഞേ, എത്ര പേരെ ഉറക്കം വരുന്നവരല്ലേ പള്ളിയിൽ വശക്കുന്നവരെ ഇന്നങ്ങനെ പറയുന്നേ. ഇപ്പോ മുമ്പൊക്കെ സഹോദരന്മാര് മാത്രമേ, ഇപ്പോഴോ ഇപ്പൊ ഈ വിഷയത്തിൽ ആരെല്ലാം ഉണ്ട്? എല്ലാവരും ഉണ്ട്. പമ്പരവിടിയായ ആള് എന്ന് പറഞ്ഞാൽ ആരാ? മറ്റുള്ള ആൾക്കാരെ റീബത്ത് തിന്നാൻ ഒരു മടിയില്ലാത്ത അതാരാന്ന്? അത് ഏറ്റവും കൂടുതൽ സജീവമാകുന്ന ആരാ? നിങ്ങൾ ചിന്തിച്ചു. നല്ല രാഷ്ട്രീയം ഇസ്ലാമിനുണ്ട്, തോന്നിയാസം പറയാൻ പാടില്ല. സ്റ്റേജിൽ കയറി അന്യ രാഷ്ട്രീയക്കാരന് റീബത്ത് പറയാൻ പാടില്ല. ഒരവിശ്വാസിയാണെങ്കിൽ പോലും റീബത്ത് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ മതം? പൊട്ടന്മാരോട് സംസാരിക്കുക, വിഡ്ഢികളെ പോലെ അവരോട് സമ്പർക്കം പാലിക്കുക, അവരോട് കൂടുതൽ സഹകരണം പാലിക്കുക, അവരോട് തർക്കിക്കുക, എന്നിട്ട് ഇവന്റെ കാര്യം പറഞ്ഞ് ഇവൻ കീഴടക്കാൻ നോക്കുക. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം മുജാലസത്തുൽ മൗത, മനസ്സ് ചത്തവരുടെ കൂടെ ഇരിക്കല. അതിന് കൽബിൽ ഇഷ്ടം തോന്നാൻ പാടില്ലല്ലോ, കൽബിൽ ഇഷ്ടം തോന്നാൻ പാടില്ല. ആരായി മനസ്സ് ചത്തവരെന്ന് സഹാബത്ത് ചോദിച്ചു. ഖീല യാ റസൂലല്ലാഹ് വമാ മുജാലസത്തുൽ മൗത, മരിച്ചവരെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞല്ലോ, കൽബ് ചത്തവരെ കൂടെ തുറന്നു പറഞ്ഞല്ലത് ആരാ നബിയെ? അപ്പൊ പറഞ്ഞു കുല്ലു ഗനിയിൻ മുത്രിഫുൻ വസുൽത്താനുൻ ജായിർ, ദീനിനവന് ഒരു ഗുണവുമില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമ്പന്നനായി ജീവിക്കുന്ന സമ്പന്നനാണ്. കിട്ടുന്നത് കൊണ്ട് എന്തെല്ലാം പറ്റോ? മദ്യാണെങ്കിൽ മദ്യം, വിസ്കി ആണെങ്കിൽ വിസ്കി, ബ്രാൻഡി ആണെങ്കിൽ ബ്രാൻഡി. അവന്റെ കൂടെ ഇരുന്നിട്ടൊരു 100 രൂപ കിട്ടണമെന്ന് നിനക്ക് തോന്നരുത്. അവന്റെ കൂടെ ഇരുന്നിട്ടൊരു ചായ കുടിക്കണമെന്ന് നിനക്ക് തോന്നരുത്. അവന്റെ കൂടെ ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നരുത്. അവനെന്തെങ്കിലും അങ്ങാടിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയി കൊടുത്താൽ 500 അവൻ സ്വതക്ക തരുമെന്ന് തോന്നിയിട്ട് അവന്റെ കൂടെ ഇരിക്കരുത്. കാരണം അവൻ സുഖിയനാണ്, ദീനവനറിയില്ല. അല്ലെങ്കിൽ അക്രമിയായ ഭരണാധികാരി, ആ ഭരണാധികാരിന്റെ കൂടെ നീ കൂടുന്നത് നിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പിലാകാനാണ്, നിന്റെ രേഖകളൊക്കെ പെട്ടെന്ന് നീങ്ങാനാണ്. അവനോടൊരു സൗഹൃദം നിനക്ക് വന്നാൽ അവർ ഹൃദയം ചത്തവരാണെന്ന് ഞാനല്ല പറഞ്ഞത്, ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. അപ്പൊ കൽബിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങൾ, നല്ല സമ്പന്നരുണ്ട്, അവരോടവരെ നന്മ പാലിച്ചുകൊണ്ട് കൂടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അവര് നല്ല സ്വഭാവമുള്ളവരാണ്, നിസ്കരിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്തവരാ, നോമ്പ് നോൽക്കുന്നവരാ, അനാവശ്യങ്ങളോട് താല്പര്യമില്ലാത്തവരാണ്. അള്ള കൊടുത്ത പണം കൊണ്ട് അതേ അനാവശ്യങ്ങളിലേക്കൊന്നും പോകാതെ നല്ല നിലക്ക് കുടുംബം പോറ്റി മക്കളെ പഠിപ്പിച്ച് ഹൈറായ കാര്യങ്ങളിലൊക്കെ ഭാഗവാക്കായി അങ്ങനെ ജീവിക്കുന്ന നല്ല സമ്പന്നരുണ്ട്. അവരോടുകൂടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, അവർ നല്ലവരാണ്. അതേ സമയത്ത് സുഖലോലുപനായി മാത്രം കഴിയുന്ന പണക്കാരൻ, അവന് ദീനി വിഷയമല്ല. അവന്റെ എന്തെങ്കിലും വിഷയം ആരെങ്കിലും എതിർത്താല് അവരാണ് അവന്റെ വിഷയം. ആ രൂപത്തിൽ ജീവിക്കുന്ന ധിക്കാരികളായ ആളുകൾ നിസ്കാരം അവർക്ക് തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല, ജുമുഅക്ക് അവര് പോയിട്ടേ ഇല്ല, നോമ്പ്
നോമ്പ് അവര് നോറ്റിട്ടേ ഇല്ല, കുടിയവര് മാറ്റുന്നൊരു ദിവസവുമില്ല. ഇങ്ങനെ സുഖിയനായി കഴിയുന്ന പണക്കാരന്റെ കൂടെ ഇരുന്നിട്ട് ഹൃദയം ചത്തുപോകണ്ട. ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അതേ, നമ്മൾ ഇവിടെ ആഖിറത്തിലേക്ക് കുറെ സമർപ്പിച്ചു പോകണം. ആ സമർപ്പിക്കുന്നതൊക്കെ അല്ലാഹു എഴുതി വെക്കുന്നുണ്ട്. നമ്മളിവിടെ കുറെ കാര്യങ്ങൾ സമർപ്പിച്ചു പോകണം. ആഖിറത്തിലേക്ക് കുറെ അമലുകൾ ഉണ്ടാക്കി വെച്ചു പോകണം. എന്താണെന്നറിയോ നിങ്ങൾ? ഇവിടെ സമർപ്പിക്കുന്നത് അവിടെ വെച്ച് നമുക്ക് കാണാനാണ്. എന്ത് ഖൈറാണോ നമ്മൾ നേരത്തെ ചെയ്യുന്നത് അത് കാണുന്നൊരു ലോകമാണല്ലോ ഖബർ ജീവിതം. എന്ത് ഷർറാണോ നേരത്തെ ചെയ്യുന്നത് അത് കാണുന്ന ലോകമാണല്ലോ ഖബർ ലോകം. അപ്പൊ നേരത്തെ ഒരുപാട് സമർപ്പിച്ചു പോകണം, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തു പോകണം. എങ്കിലേ അത് ആസ്വദിക്കാൻ പറ്റൂ. നല്ല മാതൃകകൾ ഇവിടെ സൃഷ്ടിക്കണം. വനക്തുബു മാ ഖദ്ദമൂ, നല്ല നല്ല മാതൃകകൾ സൃഷ്ടിക്കണം. അതേ, ആ മാതൃക അവരെ പിൻഗാമികൾ പിൻപറ്റി, അവരെ പിൻഗാമികളും പിൻപറ്റി, അവരെ പിൻഗാമികളും പിൻപറ്റി. ഇങ്ങനെ പിൻപറ്റി പോകുന്ന ഏതെങ്കിലും ഒരു മാതൃക നിന്നിലൂടെ ഉണ്ടായാൽ അതൊരു ഉമ്മ ചിന്തിച്ചാൽ നടക്കും കേട്ടോ. ആ ഉമ്മ നിലപാട് കൊണ്ടുവരുന്നത് എല്ലാ ദിവസവും രാവിലെ 20 മിനിറ്റെങ്കിലും വീട്ടിൽ ഖുർആൻ പാരായണം നടന്നോളണം. ഉമ്മാക്ക് ഓതാൻ കഴിയുന്ന ഉമ്മയും സഹകരിച്ചു തരുന്നുണ്ട്. എന്നാൽ മക്കള് താവടിയായി. എന്റെ ഉമ്മ ഇങ്ങനെയാണ് വീട്ടിൽ തുടങ്ങിയത്, ഇങ്ങനെയാണ് ശീലിപ്പിച്ചത്, ഇതാണ് എനിക്ക് പഠിപ്പിച്ചത്, അതുകൊണ്ട് എന്റെ മക്കളാകുന്ന നിങ്ങളും വിടരുത്. സുബ്ഹാനല്ലാഹ്, ആ മാതൃകയുടെ പേരിൽ ആ മാതാവിന് കിട്ടുന്നത് എത്ര വലുതാണ്, ആ വാപ്പാക്ക് കിട്ടുന്നത് എത്ര വലുതാണ്. അതുകൊണ്ടല്ലേ ബാപ്പമാര് ജീവിതത്തിൽ പാലിച്ചു പോന്ന നല്ല കാര്യങ്ങൾ മക്കളത് കൈയൊഴിഞ്ഞാൽ അവർക്ക് ദുരന്തം വന്നു ചേരും. ഖുർആനിലൊരു കഥ പഠിപ്പിക്കുന്നത്, നല്ല സമ്പന്നനായ ബാപ്പ, പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒരുപാട് കൃഷിയിടങ്ങളിൽ പരന്നു കിടക്കുന്നത്. ആ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്ന ദിവസം നാട്ടിലെ മിസ്കീന്മാരൊക്കെ അങ്ങോട്ട് എല്ലാവരും, ആ ഡേറ്റ് എല്ലാവർക്കും കാണാനറിയാം. റമളാൻ മാസത്തിൽ സ്വതക്ക കൊടുക്കൽ സ്ഥിരാക്കിയ ആ ഡേറ്റ് എല്ലാവർക്കും അറിയില്ലേ? അതേ മോഡല് ഈ കൃഷി എന്നാണ് വിളവെടുക്കുന്നതെന്ന് നാട്ടിലെ മിസ്കീന്മാരോടും പറഞ്ഞിട്ട് അവർ ആ ഡേറ്റിൽ സഞ്ജയായിട്ടെത്തും. അപ്പോ അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. ബാപ്പ മരിച്ച ശേഷം മക്കള് യോഗം ചേർന്നിട്ട് പറഞ്ഞു, ബാപ്പ അന്ന് അങ്ങനെ കൊടുക്കാൻ കാരണം ബാപ്പാക്ക് നമ്മൾ 3 മക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് മക്കൾ ഓരോരുത്തർക്കും 3 എണ്ണോ 4 എണ്ണോ ഒക്കെ ആയിട്ടില്ലേ? അതുകൊണ്ട് മിസ്കിമാർ വരുന്ന ദിവസം ഒരു ഒറ്റൊന്നും കൊടുക്കാൻ പാടില്ല. അവര് വരുന്നതിന് മുമ്പ് തന്നെ കൃഷിയിടത്തിൽ പോയി ഒക്കെ എടുത്തിട്ട് പോലെ കൊണ്ടുവന്ന് നോക്കണം. ബാപ്പ ചെയ്യുന്ന മാതൃക തിരിച്ചെടുത്തിട്ടോ. അതൊരാണ്ടാണെങ്കിലും ശരി, ഒരു മൗലൂദാണെങ്കിലും ശരി, നേർച്ച ഒക്കെ കൂട്ടി വായിച്ചോളൂ. ഓരോന്നും പറയാൻ നേരമില്ല. ആൾക്കാരും കാണാം ബാപ്പ നല്ല മൗലൂദ് മകനോ മൗലൂദ് റാത്തീബ് അടുത്തോട് തന്നെ പോയിട്ടില്ല. അവൻ തനിച്ച വക്കീലാണ്. ഒരു മൗലൂദും ചെല്ലിക്കൂല, ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കൂല, ഒരു കുടുംബക്കാരനെ ആവശ്യത്തിന് സൽക്കരിക്കൂല. ഒരു ബുഖിൽത്തരം മാത്രം. ഈ മക്കൾക്കും പിടിപെട്ടാതാണ് ബുഖിൽത്തരം. അവര് പറഞ്ഞു അല്ലാ ദുഖലന്നഹല്ലും അലൈക്കും മിസ്കീൻ. കെട്ടുകതല്ല, ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചതാ. ഒരൊറ്റ മിസ്കീൻ ഒന്നും വരാൻ പാടില്ല. മുമ്പ് തന്നെ എല്ലാവരും വേഗം പുറപ്പെട്ടുള്ളിന്ന് പറഞ്ഞു. സുബൈന്റെ മുമ്പ് തന്നെ അവർ പോയി നോക്കും. ഒരൊറ്റ ധാന്യത്തിന് വിളവും പോലും കൊടുക്കാതെ ആ കൃഷിയുടെ മുഴുവനും അല്ലാഹു തആല ചുട്ടു ചാമ്പലാക്കി കളഞ്ഞു. നോക്ക് നിങ്ങൾ, ബാപ്പ ജീവിതത്തിൽ പാലിച്ച നല്ല ഒരു നയം, നല്ല ഒരു അമല് മക്കളത് ചെയ്യാൻ വേണ്ടി ബാപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ട് മക്കൾ തിരുത്തിയപ്പോ അവസാനം അവരിലൊരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വേണ്ടാന്ന് ആദ്യ അഭിപ്രായം, അത് സ്വീകരിച്ചാ പോരായിരുന്നില്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ തുടങ്ങി. അവസാനം എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിട്ട് പറഞ്ഞു, റബ്ബേ അടുത്ത കൊല്ലം നീ കൃഷി തരികയാണെങ്കിൽ സാധുക്കൾക്ക് കൊടുത്തിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. അസാ റബ്ബുനാ അയ്യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. ഈ കത്തി നശിച്ച കൃഷിക്ക് പകരം അല്ലാഹു വേറെ തന്നേക്കും. അതിൽ നിന്ന് നമുക്ക് ധർമ്മം ചെയ്യാം. അപ്പൊ അല്ലാഹു വീണ്ടും നമുക്ക് വികാസം തരുമെന്ന് പാപ്പാന്റെ മാതൃകയിലേക്ക് മക്കൾ തിരിച്ചെത്തിയപ്പോ 2ാമത്തെ വർഷം അല്ലാഹു കൃഷി കൊടുത്തു, അതിന് കൂടുതൽ സമ്പത്ത് കൊടുത്തു. അവര് പാപ്പാന്റെ മാതൃക തന്നെ സ്വീകരിച്ചു.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മാതൃകയാക്കി ബാപ്പമാര് കൊണ്ട് നടക്കുന്ന നല്ല കാര്യങ്ങൾ അതേ നമുക്ക് ആഖിറത്തിൽ ഉപകാരമുള്ളതാണ്. അത് മാത്രം മനസ്സിലാക്കിയാ പോരെ കേട്ടോ. തിന്മകളുടെ തിക്ത ഫലവും അതിന്റെ ഒരു ഭാഗമാണ്. മാ ഖദ്ദമൂ എന്ന് പറഞ്ഞാൽ മിൻ ഖൈരിൻ ഔ ശർറിൻ, ഒരു ബാപ്പയാണ്, അതെ ആ ബാപ്പ സ്വന്തം ചെലവിലാണ് മക്കളെ മുഴുവനും അവർ തന്നെയാണ് കുടിയന്മാരാക്കിയത്. മക്കൾക്ക് മുഴുവനും ദുസ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അവരാണ്. എന്നാൽ അതിന്റെ തിന്മയുടെ തിക്തഫലവും പേറേണ്ടി വരും. അങ്ങനെയാകാൻ പാടില്ലല്ലോ. അതേ നിസ്കാരത്തിന് മക്കളെ മടിയനാക്കിയതാരാണ്? മടിയനായി കിടന്നുറങ്ങുന്ന ബാപ്പ തന്നെയാണ്. ആ ബാപ്പ ഉറങ്ങുന്നത് കൊണ്ട് മക്കളെ ഉപദേശിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതേ ഭാഗത്ത് തന്നെ മക്കളും അത് പകർത്തി. കളവെടുക്കുന്ന സ്വഭാവം ബാപ്പയിൽ നിന്ന് മക്കൾ കണ്ടു, മക്കളും അത് പഠിച്ചുപോയി. വനക്തുബുമാ ഖദ്ദമൂ, അവരെന്താണോ ജീവിതത്തിൽ ചെയ്തു വെച്ചത്, ഖൈറാണെങ്കിൽ ഖൈറ്, ഷർറാണെങ്കിൽ ഷർറ്, നമ്മളതതാ പകർത്തി വെക്കുന്നു. അതുകൊണ്ട് നല്ല മാതൃകകൾ സ്വീകരിച്ചു പോരണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പിരിവെടുക്കാറില്ലേ? ഒരു സാധു വന്നാൽ പള്ളിയിൽ, ഒരു സാധു വന്നാൽ പള്ളിയിൽ പിരിവെടുത്തെടുക്കാറ് വെള്ളിയാഴ്ച. അതാരാദ്യം തുടങ്ങി? അവർക്കാണ് അതിന്റെ കൂലിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അറിയോ? അതാദ്യം തുടങ്ങിയത് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരാണ്. വസ്ത്രങ്ങളില്ലാതെ തോലൊക്കെ ധരിച്ച് പാവപ്പെട്ട കുറച്ച് സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലെത്തി. ഇത് കണ്ടപ്പോ തങ്ങളെ കയ്യിലൊന്നും കൊടുക്കാനൊന്നുമില്ല. അപ്പൊ സഹാബിമാരെന്ത് ചെയ്തു? എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് സഹായിക്കണമല്ലോ. അപ്പൊ കൂട്ടുന്ന ആദ്യം ഒരാൾ എണീറ്റ് പോയി കുറച്ച് വസ്ത്രം കൊണ്ടുവന്നു. അപ്പൊ സഹാബിമാർ ഓരോരുത്തരും പോയി. വേറെ സഹാബി പോയിട്ട് കുറച്ച് ധാന്യം കൊണ്ടുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ രണ്ട് കൂമ്പാരങ്ങൾ, ഒന്ന് വസ്ത്രത്തിന്റെ കൂമ്പാരം, ഒന്ന് ധാന്യത്തിന്റെ കൂമ്പാരം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് നല്ലൊരു മാതൃകയാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈ. ഇസ്ലാമിൽ നിങ്ങൾ ചെയ്തൊരു തുടക്ക മാതൃകയാണ്. ഇതിനെ പിൻപറ്റിയിട്ട് ഖിയാമത്ത് നാൾ വരെ സാധു സംരക്ഷണത്തിന് ജനങ്ങൾ സഹകരിച്ച് പിരിവെടുക്കാറില്ലേ? അവരുടെ എല്ലാവരുടെയും പിരിവിൽ നിന്ന്, ആ മാതൃകയിൽ നിന്ന് നല്ലൊരു പങ്ക് ഇതിന് തുടക്കം കുറിച്ച സ്വഹാബിമാർക്കാണ്. അപ്പൊ സഹോദരന്മാരെ, നല്ല മാതൃകകൾ സൃഷ്ടിച്ചു വെക്കണം, നല്ല കാര്യങ്ങൾ സൃഷ്ടിച്ചു വെക്കണം. ചില ഭാഗങ്ങളിലൊക്കെ അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതേ പഴയകാലത്തെ ഉപ്പമാര് ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ്. ആ സേവനങ്ങൾ പിൽക്കാലത്തുള്ളത് തുടർത്തിപ്പോകുന്നതും അതിന്റെ ഭാഗമാണ്. മുന്തിച്ചു വെക്കണം കുറെ കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ ആ മുന്തിച്ചു വെച്ച കാര്യങ്ങൾ നമുക്ക് ആഖിറത്തിലേക്ക് ഉപകാരമുണ്ടാകണം, ആഖിറത്തിലേക്ക് നമുക്കത് മാതൃകയുണ്ടാകണം. ആസാറഹും, അവരുടെ അടയാളങ്ങളും നമ്മൾ എഴുതി വെക്കുന്നുണ്ട്, കാലടിപ്പാടുകളും നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. മഹാന്മാര് ജീവിച്ച് മരണപ്പെട്ടു പോയി, അവരെ ഒരുപാട് അടയാളങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് അവർ പഠിപ്പിച്ച ഇൽമ്, മറ്റൊന്നാണ് അവർ എഴുതിയ കിതാബ്, മറ്റൊന്നാണ് അവർ ചെയ്ത വഖഫ് സ്വത്ത്, മറ്റൊന്നാണ് അവർ നിർമ്മിച്ച പള്ളികൾ. ഇതുപോലെ ധാരാളം നന്മയുടെ മുഖങ്ങൾ അവർ ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നന്മയിൽ ഒരുപാട് ശേഷിക്കുന്ന കാര്യങ്ങളുണ്ട്. നമുക്കും അത് വേണം കേട്ടോ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, ഇദാ മാതബിനു ആദമ ലൈസ യജ്രി അലൈഹി മിൻ ഖിസാലിൻ ഗൈറു അശ്രി. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 10 കാര്യങ്ങളൊഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോവുകയാണ്, ബാക്കിയെല്ലാം തീർന്നു പോവുകയാണ്. ഹദീസിൽ ചില ഹദീസുകളിൽ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ മഹാനവർകൾ എണ്ണുന്നു, ഉലൂമുൻ ബസ്സഹാ വദുആഉ നജ്ലി വഗർസുൻ നഖീലി വസ്സദഖാതു തജ്രി. ഒന്നാമതായി ഉലൂമുൻ ബസ്സഹാ, വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ. ഞാൻ എന്റെ ഉപ്പമാരോട് പറയട്ടെ, ഉപ്പാപ്പമാരോട് പറയട്ടെ, നമുക്കതിലൊരു പങ്ക് വേണം. എഴുത്തറിയുന്ന ഉമ്മമാരെ മക്കൾക്ക് എഴുത്തു പഠിപ്പിക്കണം. എന്നാൽ ഉലൂമുൻ ബസ്സഹാ,
വിതരണം ചെയ്ത വിജ്ഞാനങ്ങളിൽ നമുക്കും സീറ്റ് കിട്ടും. അതേ ഖുർആനോത്തറിയുന്ന ഉമ്മമാര് മക്കൾക്കത് പഠിപ്പിക്കണം. അറബി ഭാഷ നന്നായി അറിയുന്നവരത് പഠിപ്പിക്കണം. ഇംഗ്ലീഷ് അറിയുന്നവരത് പഠിപ്പിക്കണം. മലയാളം അറിയുന്നവരത് പഠിപ്പിക്കണം. മാത്സ് അറിയുന്നവരത് പഠിപ്പിക്കണം. ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ അത് ഖബറിലെത്തിയാലും നിലക്കൂല. ഒരു ഉസ്താദ് പഠിപ്പിച്ച അലിഫ്, ആ ഉസ്താദിന് നിങ്ങൾ നോക്കി ശിഷ്യഗണങ്ങൾ ആ ഇൽമ് കിട്ടി സ്വീകരിച്ച് മക്കളെ താവടിയായിട്ടതാ ഖിയാമത്ത് നാൾ വരെ പരമ്പരയായി നിൽക്കുന്ന സന്താനങ്ങൾ. അവർക്കൊക്കെ ആ അലിഫ് പഠിപ്പിച്ചതിന് ഈ അലിഫ് മദ്രസാ രംഗത്ത് തുടക്കം കുറിച്ച ഉസ്താദില്ലേ, ആ ഉസ്താദിന് വലിയ കൂലിയുണ്ട്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി വിട്ട സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയെ മദീനക്കാര് മുക്രിഉൽ മദീന എന്നാണ് വിളിക്കാറുള്ളത്. പിന്നെ മുക്രി എന്നിങ്ങനെ വന്നതായിരിക്കും. അറബിയിൽ മുക്രി ഓതിക്കൊടുക്കുന്ന ആൾ. അന്ന് ഓത്താണ് മുഖ്യം. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ കൂടിയിട്ട് മുക്രിയാക്കിയതായിരിക്കും. മുക്രിഉൽ മദീന ആരാ? ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ആദ്യം മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഖുർആനോത്ത് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ട സ്വഹാബി. എത്ര വലിയ ഭാഗ്യം നിങ്ങൾ ആലോചിച്ചു നോക്ക്. തങ്ങൾ പോകുന്നതിന്റെ മുമ്പ്, ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീനയിലെത്തി. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്ത 70ഓളം വരുന്ന സ്വഹാബിമാർക്ക് ഖുർആനോത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത് ഉലൂമാണ്. രണ്ടാമത് ദുആഉ നജ്ലി, സന്താനങ്ങളുടെ പ്രാർത്ഥനയാണ്. നല്ല സന്താനങ്ങളുടെ പ്രാർത്ഥന വലിയ ഫലം ചെയ്യും. മൂന്നാമത്തത് വഹറുസുൻ നഖ്ലി, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ കായ്കനികൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതൊരു മാമ്പഴ മരമാണെങ്കിലും ചക്കയാണെങ്കിലും അതേ തേങ്ങയാണെങ്കിലും ഈത്തപ്പന മരമാണെങ്കിലും അത് നട്ടുപിടിപ്പിച്ചിട്ട് ആരെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ടോ, ഏതെല്ലാം ജീവികൾ ഭക്ഷിക്കുന്നുണ്ടോ, ആ മരം മുറിക്കപ്പെടാത്ത കാലത്തോളം, അത് ഉണങ്ങിപ്പോകാത്ത കാലത്തോളം, പഴങ്ങൾ നൽകുന്ന കാലത്തോളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വസ്സദഖാതു തജ്രി, ജാരിയായ സ്വതക്ക. എന്താണ് ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ 100 രൂപയല്ല, 200 രൂപയല്ല, 1000 അല്ല, 10000 അല്ല. ഇമാം നബി തങ്ങൾ ശർഹ് മുസ്ലിമിൽ വിശദീകരിച്ചു, ഹുവൽ വഖ്ഫു, ഹിയൽ വഖ്ഫു, അത് വഖ്ഫ് സ്വത്താണ്. കൂട്ടി നോക്കൂ, ബാപ്പമാര് പള്ളിക്ക് കൊടുത്തത്, മദ്രസക്ക് കൊടുത്തത്, ഖുർആൻ ഖത്തം തീർക്കുന്നതിന് വഖഫ് ചെയ്തത്, സാധുക്കളെ സഹായത്തിന് വഖഫ് ചെയ്തത്, അതേ യതീം കുട്ടികളെ വിഷമങ്ങൾ വരുന്ന സമയത്ത് അതിനെ എടുക്കാൻ വേണ്ടി വഖഫ് ചെയ്തത്, ഖുർആൻ ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്ത സ്ഥലം, വരുമാനം, അങ്ങനെ എത്ര പരന്ന് കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖൈബറിലെ ഭൂമി വഖഫ് ചെയ്തത് മുതൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളി വഖഫ് ചെയ്തത് മുതൽ, പള്ളിയിലെ മുഖ്യഭാഗം വഖഫ് ചെയ്തത് മുതൽ, മദീനയിലെ വലിയ കിണർ വാങ്ങിയിട്ട് വഖഫ് ചെയ്തതടക്കം സ്വഹാബിമാരെല്ലാം ആ വിഷയത്തിൽ വലിയ ഒരു റോഡ് വെച്ചിട്ടുണ്ട്. അവരെല്ലാം അതിന് വലിയ ഉത്തരവാദിത്വം ആഖിറത്തിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാരിയായ സ്വതക്കക്ക് കഴിയുന്ന പണക്കാരുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആഖിറത്തിലേക്കുള്ള വലിയൊരു അസറ്, വലിയൊരു സമർപ്പണം, വലിയൊരു മാതൃകവാക്കി വെച്ച് പോകണം. വനക്തുബു മാ ഖദ്ദമു, നേരത്തെ അവർ സമർപ്പിച്ചത് നമ്മൾ കണക്കാക്കി വെക്കും. അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിൽപ്പെട്ടതാണത്. പിന്നെയും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട്. അതേ വബൈത്തുൽ വരീദി ബനാഹു യഗ്വി ബിനാഉൻ ഔ ഇലൈഹി ഔ ബിനാഉ മഹല്ലി ദിക്രി. ഒരു പാവപ്പെട്ട മനുഷ്യനൊരു വീടുണ്ടാക്കി കൊടുത്തു. ഒരു പാവപ്പെട്ട മനുഷ്യനൊരു വീടുണ്ടാക്കി കൊടുത്തു. ആ മനുഷ്യൻ ആ വീട്ടിൽ താമസിക്കുന്നു. അല്ലെങ്കിൽ ദിക്ർ ചൊല്ലാൻ മാത്രം ഒരു ദിക്ർ ഖാന ഉണ്ടാക്കി കൊടുത്തു. ദാക്കിരീങ്ങൾ വന്നിട്ട് അവിടെ ദിക്ർ ചൊല്ലി പോവുകയാണ്. തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലേക്ക് സിയാറത്തിന് പോയാൽ നമുക്ക് കാണാൻ പറ്റും ദിക്ർ ഖാന. അവരത് തുറന്നു തരും. അതിന്റെ ഉള്ളിൽ ദിക്ർ ചൊല്ലിയാൽ വലിയ ആനന്ദമാണ്.
അങ്ങനത്തെ സ്ഥലങ്ങൾ വഖഫ് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക. അതേ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പാവങ്ങൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക. വലിയ കാര്യമല്ലേ അത്? മഹാന്മാര് പറഞ്ഞല്ലോ, വഹഫുറുൽ ബിഹിരി ഔ ഇജ്റാഉ നഹരി, കിണർ കുഴിച്ചു കൊടുക്കുക. അതേ, ഒരു കിണറുണ്ടാക്കട്ടെ, ഒരു തോടുണ്ടാക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് സ്ഥലം വിട്ടുകൊടുക്കുക. സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കൂലി കുറവാണെങ്കിലും ഒരുപാട് ആളുകൾ അതിന്റെ വെള്ളം ഉപയോഗിക്കുമല്ലോ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് നല്ല നല്ല ഓഫീസുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതേ, മദ്രസകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. വതഅലീമുൽ ലിഖുർആനിൻ കരീമി ഫഖുദ്ഹാ മിൻ അഹാദീസിൻ ബിഹസ്രി, ഖുർആനോത്ത് പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞ 10 കാര്യങ്ങളും ഓ മുസ്ലിമേ നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് സമർപ്പിക്കേണ്ടതാണ്. ചിലതിന് കഴിവാണ് വേണ്ടത്, എന്ത് യോഗ്യത. ചിലതിന് സാമ്പത്തിക കഴിവാണ് വേണ്ടത്. അത് രണ്ടും ഉള്ള ആളുകൾ ഇത് 10 ചെയ്ത മഹാന്മാര് ചരിത്രത്തിലുണ്ട് കേട്ടോ. സമയപരിമിതി മൂലം ഞാൻ നീട്ടുന്നില്ല. ഒരൊറ്റ പോയിന്റും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വആസാറഹും, നമ്മുടെ അടയാളങ്ങൾക്ക് വിലയുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ പള്ളി, മദീനത്തെ പള്ളിയുടെ പരിസരം ഒരു സന്ദർഭത്തിൽ കെട്ടിടങ്ങൾ ഒഴിവായപ്പോ കുറെ സഹാബിമാര് അവിടെ വന്ന് സ്ഥലങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. എത്ര രൂപക്ക് തരും, എത്ര രൂപക്കും തരുമെന്ന് ചോദിക്കാൻ തുടങ്ങി. തങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ വിലപേശുന്നത്? ഒന്നിനുമല്ല നബിയേ, ഞങ്ങൾക്കൊരൊറ്റ ജമാഅത്തും മുടങ്ങിപ്പോകൂലല്ലോ, ഒരൊറ്റ അബ്ബല് വക്തും മുടങ്ങിപ്പോകൂലല്ലോ, അബ്ബല് സ്വപ്പ് മുടങ്ങിപ്പോകൂലല്ലോ, അതിന് പള്ളിയിൽ വരാനാ. തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യക്തുബു ഖതവാതികും, നിങ്ങളെ കാലടിപ്പാടുകൾ അല്ലാഹു എഴുതി വെക്കുന്നുണ്ട്. വയുസീബുക്കും അലൈഹാ, അതിന് അല്ലാഹു വലിയ ഫലം തരുന്നുണ്ട്. അതുകൊണ്ട് ദൂരത്ത് താമസിക്കുന്നവര് അടുത്തേക്ക് വരണ്ട. ദിയാറക്കും തുക്തബ് ആസാറുക്കും, നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലടിപ്പാടുകൾ അതേ നല്ല ഇഖ്ലാസോടെ വരുന്ന വരവുകൾ എഴുതപ്പെടും കേട്ടോ. പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് വലിയ സന്തോഷമുണ്ട്. ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നു വരുന്നവർക്ക് വലിയ സന്തോഷമുണ്ട്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഓരോ ചവിട്ടടി അനുസരിച്ച് കൂലി കിട്ടുമെന്ന് പറയുമ്പോ ഒരു ഹദീസിന് വേണ്ടി 1000 മൈൽ നടന്നുപോയ മഹാന്മാരുണ്ട്. ഭക്ഷണമില്ല, വെള്ളമില്ല, വാഹനമില്ല. ഒരു മുഹദ്ദിസിന്റെ ഭാഗത്തുനിന്നൊരു ഹദീസ് സ്വീകരിക്കാൻ 1000 മൈൽ നടന്ന് നീങ്ങി. അവരെ കാലിന്റെ അടിഭാഗം പൊട്ടിപ്പോയി. അതേ, വിരലിൽ നിന്ന് ചോര വന്നുപോയി. സുബ്ഹാനല്ലാഹ്, ആ ചോരയുണ്ടല്ലോ ആഖിറത്തിലേക്കുള്ള അടയാളമാ. ഭൂമിയിൽ ഉറ്റി വീഴുന്ന കണ്ണീർ കണങ്ങള്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വീഴുന്ന കണ്ണീർ കണങ്ങള് ആഖിറത്തിലേക്കുള്ള അടയാളങ്ങളാണ്. ഓ മുഅ്മിനീങ്ങളെ, ശുഹദാക്കളെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന രക്തകണങ്ങൾ ആഖിറത്തിലേക്കുള്ള അടയാളങ്ങളോ. അവരൊക്കെ അടയാളങ്ങൾ ധാരാളം സമ്പാദിച്ചില്ലേ? നടന്നിട്ടെങ്കിലും നമ്മൾ അടയാളങ്ങൾ കുറെ ഉണ്ടാക്കിയെടുക്കണം. നല്ല മാർഗങ്ങളിലേക്കുള്ള നടത്തങ്ങൾ വലിയ അടയാളങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ആ ഉപദേശം കേട്ട ശേഷം അകലെ നിൽക്കുന്ന ഒരൊറ്റ അൻസാരിയും വീട് മാറ്റിയില്ല. അതേ, ജനിച്ചയിടത്ത് തന്നെ മരിക്കാതിരിക്കലാണ് നല്ലത്. പരത്തി പറയണം, ഞാൻ ചുരുക്കി പറയട്ടെ. മദീനയിൽ താമസിച്ചിരുന്ന ഒരു സഹാബി, ഒരാള് മദീനയിൽ വെച്ച് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ തന്നെ ജീവിച്ചിട്ട് മദീനയിൽ തന്നെ മരണപ്പെട്ട സഹാബിയെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ ലൈതഹു മാത ഫീ ഗൈരി മൗലിദിഹി, ജനിച്ചയിടത്തല്ലാതെ വേറൊരു സ്ഥലത്ത് മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോഴാണ്
ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? തങ്ങൾ പറഞ്ഞു, ഇന്നർ റജുല ഇദാ തൂഫിയ ഫീ ഗൈരി മൗലിദിഹി, ജന്മസ്ഥലത്തല്ലാതെ വേറൊരു സ്ഥലത്ത് ഒരാൾ വഫാത്തായാൽ ഖീസ ലഹു മിൻ മൗലിദിഹി ഇലാ മുൻഖതൈ അസരിഹി ഫിൽ ജന്ന, ജനിച്ച സ്ഥലത്ത് മുതൽ മരിച്ച സ്ഥലം വരെ സ്വർഗത്തിൽ അല്ലാഹു അളന്നിട്ട് വലിയ ഫലം കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഒരു സ്വഹാബിമാരുടെ ആവശ്യം തന്നെ മക്കയിലാണ് ജനിച്ചത്, മദീനയിൽ തന്നെ വഫാത്തായി കിട്ടണം. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മഹാനവറുകളുടെ രോഗബാധിതനായി കിടക്കുകയാണ്. നബി തങ്ങളെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. എന്താണ് കരഞ്ഞു ചോദിച്ചപ്പോൾ, നബിയേ, ഞാൻ ജനിച്ച സ്ഥലത്ത് തന്നെ മരിച്ചു പോകുമോ എനിക്ക് പേടിയാണ്, എന്റെ ഹിജ്റ അല്ലാഹു പൂർത്തിയാക്കി തരൂലേ എനിക്ക് പേടിയാണ്. നബി തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങൾ ഈ മക്കയിൽ തന്നെ മരണപ്പെടൂല. എന്നിട്ട് തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലി അസ്ഹാബി ഹിജ്റതഹും, റബ്ബേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിരീങ്ങൾക്ക് അവരെ ഹിജ്റ പൂർത്തിയാക്കി കൊടുക്കുക അല്ലാഹ്. അതുകൊണ്ട് നല്ലതിലേക്കുള്ള കാലടിപ്പാടുകൾ വലിയ കൂലിയുള്ളതാണ്. ആ കാലടിപ്പാടുകൾ ധാരാളം ഉണ്ടാകണം. ഓ സഹോദരങ്ങളെ, ഇരുട്ടുള്ള സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെയും പകൽ സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനും കൂലി വ്യത്യാസമുണ്ട് കേട്ടോ. സുബഹിന്റെ നേരത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആള് ഇശാഇന്റെ നേരത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആൾക്ക് ബിന്നൂരിത്താമി യൗമൽ ഖിയാമാ, ഖിയാമത്ത് നാളിൽ പൂർണ്ണ പ്രകാശമുണ്ടെന്ന് സന്തോഷം പറയൂ നബിയേ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നല്ല അടയാളങ്ങൾ സ്വീകരിക്കണം. അതേ, നിസ്കരിച്ചിട്ട് അടയാളങ്ങൾ വേണം, ഖുർആനോദിയിട്ട് അടയാളങ്ങൾ വേണം. പഴയ കാലത്തെ വാപ്പമാര് ഖുർആനോദിയ മുസഹഫ് അവര് കൈവച്ച അടയാളങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആഖിറത്തിൽ അത് സാക്ഷിയാണ്. കൂടുതൽ ഓതിയത് കൊണ്ടല്ലേ അതിലെ അടയാളങ്ങൾ വന്നത്. തസ്ബീഹ് മാല ചൊല്ലി 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 അതിന്റെ ആ ഉള്ളിലുള്ള മാലയിലെ കയറ് വെളുത്ത നിറമുള്ളത്, അതിന്റെ കളർ മാറിയത് അവര് തസ്ബീഹ് അത്രയും ചൊല്ലിയിട്ടാണ്, സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. അടയാളമാണ്. അതേ, കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിച്ചിട്ട് നല്ല നിലക്ക് കൈയിന് വെള്ളം പൊട്ടിയ, കൈയിന്റെ പല ഭാഗങ്ങളിലും പൊള്ളൽ വീണ ചെറുപ്പക്കാർ അടയാളമാണ് കേട്ടോ. നിസ്കാരം വിടാതെ ജോലിയെടുക്കണമെന്ന് മാത്രം അത് കൂട്ടത്തിലൊന്ന് പറഞ്ഞതാണ്. അതിനും കൂലിയുണ്ട്. ഞാൻ ചുരുക്കട്ടെ. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുന്ന ഉമ്മമാരെ, അവസാനം നിങ്ങളോടായി ഒരു ഹദീസും കൂടി ഓതട്ടെ. ചെറുപ്പക്കാരോടും ഏത് നല്ലതിലേക്ക് പോകും തിരക്കൂട്ടി പോകാൻ പാടില്ല. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്റെ കൂടെ നടന്നു വരികയാണ്. എവിടേക്ക്? ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നു വരുമ്പോ ഞാനതാ നടത്തത്തിന് സ്പീഡ് കൂട്ടി. സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. ഉസ്താദിന്റെ കൂടെ നടക്കുമ്പോ വേഗം വേഗം നടന്ന് മുന്നോട്ടെത്തിപ്പോയപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റുവൈദ, കൈപിടിച്ചിട്ട് സാവകാശം നടക്കൂ, സാവകാശം നടക്കൂ. ഇങ്ങോട്ട് വാതിന് വരുന്ന ഉമ്മമാരും ശ്രദ്ധിക്കണം. ഒരേ നോടി അങ്ങ് പോയാൽ കാലടിപ്പാടുകൾ കുറെ മുറിഞ്ഞു, അപ്പൊ കൂലി കുറെ കുറഞ്ഞു. ഒച്ചപ്പാടുണ്ടാക്കണം. നല്ല സമാധാനത്തോടെ വരണം ഇൽമിന്റെ മജ്ലിസിൽ. നിങ്ങൾ പല ഭാഗത്തുനിന്ന് വരുമ്പോൾ ആൾക്കാർ ഇതെന്തൊരു നായാട്ടിന് പോകാൻ തോന്നിപ്പോകാൻ പാടില്ല. നിശബ്ദരായി വരണം. മഗ്രിബിന്റെ ശേഷമാണ് ഉമ്മമാര് വരുന്നത്. ഓതാനുള്ള ദിക്ർ ചൊല്ലണം. ഈ പരിപാടിക്ക് വന്നതിന്റെ പേരിൽ ഹദ്ദാസ് മുടങ്ങിപ്പോകാൻ പാടില്ല, സൂറത്തുൽ വാഖിയ മുടങ്ങിപ്പോകാൻ പാടില്ല, സൂറത്ത് യാസീൻ നിർത്തിപ്പോകാൻ പാടില്ല, സൂറത്തുർ റഹ്മാൻ മുടങ്ങിപ്പോകാൻ പാടില്ല. ബസ്സിൽ വരുന്ന ഉമ്മമാര് ഒരൊറ്റൊന്നും ശ്രദ്ധിക്കരുത്. നല്ല അച്ചടക്കത്തോടെ വരണം. എന്നിട്ട് ആ വരുന്ന ഭാഗങ്ങളിൽ മുഴുവനും ഖുർആനോദം. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ കൊല്ലം നമ്മൾ അലംനശ്റഹലൊക്കെ സൂറത്ത് വിശദീകരിച്ചപ്പോ ഒന്നാമത്തെ ദിവസം നമ്മളോടുകൂടെ സദസ്സ് മുഴുവനും ഇരുന്ന ബഹുമാനപ്പെട്ട അലിബാഫത്തി തങ്ങൾ അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാനവർകൾ ആ നേരം വരെ ഇവിടെ ഇരുന്നപ്പോഴും അത് കേൾക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. സമയം ലാഭിക്കാണ്, മുതലാക്കാണ്. ഒരു സമയത്ത് തന്നെ എത്ര അമൽ മുതലാക്കാണ് ആഖിറത്തിലേക്ക്. ആ 2 മണിക്കൂറും തങ്ങൾ പാപ്പ ഇരുന്ന് നിങ്ങൾ
നിങ്ങളിങ്ങനെ മറിക്കുന്നത് കണ്ടില്ലേ? അത് ഖുർആനാണ്. ഖുർആൻ ഇങ്ങനെ പേജ് മറിച്ച് ഓതുകയാണ്, അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, മറ്റുള്ള ആളുകൾ നിങ്ങൾ വാതിന് പോകുന്ന പെണ്ണുങ്ങൾക്ക് കുറച്ച് ഒതുക്കം വേണ്ടേത് അവർക്ക് തോന്നിപ്പോകരുത്. നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. ഒരു കൊല്ലമായല്ലോ കണ്ടിട്ട് ഇപ്പൊ വർത്താനം പറയാതിരുന്നാ പറ്റൂലെന്ന് കരുതരുത്. ഇശാമാനുവിന്റെ ഇടയിലുള്ള സമയമാണ്. അത് നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കണം. കുറ്റവും കുറവും പറഞ്ഞ് അപശബ്ദങ്ങൾ ഉണ്ടാക്കി, ഉറക്ക ഒച്ചപ്പാടുണ്ടാക്കി, ടൂർ പോകുന്ന കുട്ടികളെ പോലെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നവരെ പോലെ നിങ്ങൾ ശബ്ദിക്കരുത്. വീട്ടിൽ നിന്ന് ഓടിപ്പുറപ്പെട്ടിട്ട് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ കണ്ടിട്ട് ഇടങ്ങേറ് തോന്നിപ്പോകരുത്. അനസ് റളിയല്ലാഹു അൻഹു ശിഷ്യന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, പതുക്കെ പോകണം. നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ ഉസ്താദിനോട് ചോദിച്ചല്ല ഉസ്താദേ, എന്തിനാണ് നിങ്ങൾ എന്നെ പതുക്കെ നടത്തിയത്? അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അതേ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, അടയാളങ്ങൾ എഴുതപ്പെടുന്നുണ്ട്. അപ്പൊ ഓടിപ്പോയാൽ അടയാളങ്ങൾ കുറഞ്ഞു പോകും, നടന്നുപോയാൽ അടയാളങ്ങൾ കൂടിപ്പോകും. കഴിയുമെങ്കിൽ ജുമുഅക്കും വലിയ പെരുന്നാളിനൊക്കെ വാഹനത്തിലല്ലാതെ പള്ളിയിലേക്ക് വരലാണ് സുന്നത്ത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയ രംഗങ്ങളാണ്. പെരുന്നാൾ സ്കരിച്ച നബിതങ്ങൾക്കൊരു കാലെടുത്താൽ പോരെ, അവിടെ എല്ലാം സ്കരിച്ചു മുസല്ലയിലാണ്. മുസല്ലൽ രീതിയിലാണ് സ്കരിച്ചു. പക്ഷെ നടക്കണം, മദീനത്തെ പള്ളിയിൽ കുറച്ചും കൂടെ നടക്കാണ്ട് അവിടെ സ്കരിച്ചു. മദീനത്തെ പള്ളിയിൽ ആൾക്കാരെ കൊള്ളൂല. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാരെ കൊണ്ടാലും കൊണ്ടില്ല. ചില ആൾക്കാരാണ് പറമ്പിൽ കെട്ടുന്നത്. മുസല്ലീദല്ല കേട്ടോ, അതാ പറമ്പിൽ നമസ്കാരം എന്ന് പറയാം. മുസല്ലീദ് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളുണ്ട്. അവിടെ ആട് കാട്ടിക്കൊന്നുമില്ല. അവിടെ നിസ്കരിക്കാനും സമ്മേളനം കൂടാനും പ്രത്യേക ചില കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അവിടേക്ക് നിങ്ങൾ നടന്നിട്ടാ പോയത്. അതുകൊണ്ട് പെരുന്നാക്കും ജുമാക്കൊക്കെ കഴിയുന്ന ആൾക്കാർ, പ്രയാസമില്ലാത്തവര് കാലടിപ്പാടുകൾ അധികരിപ്പിച്ചുകൊണ്ട് നടക്കണം. ഉമ്മമാരെ, നിങ്ങളും നന്മയിലേക്ക് നടക്കണം. അള്ളാഹു നമ്മുടെ കാലടിപ്പാടുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.